മഹാലക്ഷ്മി നമോ നമ മഹാലക്ഷ്മി നമോ നമ മഹാലക്ഷ്മി നമോ നമ മഹാലക്ഷ്മി നമോ നമ. ഭഗവാനെ നാരായണ. മോളെ തുളസി, തുളസി. എന്താമ്മേ? അച്ഛനെ വിളിച്ചാ കാപ്പി എടുത്തു കൊടുക്ക്. ശരിയമ്മേ. പിന്നെ അച്ഛന് കുളിക്കാൻ ഇത്തിരി വെള്ളവും കൂടെ ചൂടാക്ക്. 10 മണിക്ക് മുമ്പേ വിമാനത്താവളത്തിൽ എത്തണം. അമ്മാവനെ കൂട്ടിക്കൊണ്ടുവരാൻ. നാരായണ ഗുരുവായൂരപ്പ എല്ലാം മംഗളമാക്കി തരണമേ ഈശ്വര. അമ്മേ, അമ്മേ, ആ അച്ഛനെ എവിടെങ്ങും കാണുന്നില്ല. കാണുന്നില്ലേ? എന്റെ ദൈവമേ, നേരം വെളുക്കുന്നതിന് മുമ്പേ ചാരായം കുടിക്കാൻ പോയി കാണും. കാലമാടൻ. 25 വർഷം കൂടിയാ എന്റെ ആങ്ങളെ ഇന്ന് അമേരിക്കന്ന് വരുന്നത്. ഇന്ന് ഒരു ദിവസം കുടിക്കരുതെന്ന് ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചതാ. അച്ഛനെയും കൂട്ടിക്കൊണ്ട് എയർപോർട്ടിൽ പോയാ നന്നായിരിക്കുമല്ലേ? പോയില്ലെങ്കിലേ കൊച്ചാട്ടം കൊണ്ടുവരുന്ന സാധനങ്ങളും പണവും എല്ലാം വല്ലവരും അടിച്ചോണ്ട് പോകും. വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ കൂട്ടിക്കൊണ്ടുവരണം. ഈ വാടക വീട്ടിലേക്കാണോ അമ്മാവനെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നത്? പിന്നല്ലാതെ എന്ത് ചെയ്യാനാ? കൊച്ചാട്ടം നാട് വിട്ട് പോയപ്പോഴേ തറവാട്ട് സ്വത്തുക്കളെല്ലാം നിന്റെ തന്തയുടെ കയ്യിൽ ഏൽപ്പിച്ചതാ. എല്ലാം മുടിച്ചു തേച്ച് കഴിയില്ലേ? അത് ഓർമ്മിച്ചിട്ട് വേണം എയർപോർട്ടിൽ ചെല്ലാൻ. അമ്മാവൻ ചിലപ്പോ കാർക്കിച്ച് തുപ്പും. തുപ്പുന്നെങ്കിൽ തുപ്പട്ടെ. എത്രയായാലും ഞങ്ങൾ ഒരു വഴിക്ക് പറഞ്ഞവരല്ലേ. എന്റെ കണ്ണീര് കാണുമ്പോ കൊച്ചാട്ടം വീഴും. എന്നാലമ്മ ഒരു കുപ്പി ഗ്ലിസറിൻ കൂടെ വാങ്ങിച്ചോ. അഹങ്കാരി. തർക്കുത്തരം പറയുന്നു. കുപ്പി വാങ്ങിക്കുന്നതേ നിന്റെ തന്തയാ. ഇങ്ങനെയുള്ള കാലത്തിന്റെ ശബ്ദം കണ്ടത്. എനിക്ക് വേഗം പോണം. അല്ല സമയം നിക്കാൻ സമയം പോണം. ഓ എന്താ അല്ല കാലത്തന്നെ നാരായണേട്ടൻ അടിച്ചാൽ പൂസാണല്ലോ. ചുമ്മാ തെണ്ടിത്തരം പറയരുത്. ഇന്ന് കാലത്ത് ഒരു തുള്ളി ഞാൻ അടിച്ചിട്ടില്ല. പിന്നെന്താ ആനയുടെ തുമ്പിക്കൈ ആടുന്ന പോലെ ഇങ്ങനെ കിടന്ന അതുകൊണ്ടാ ആടുന്നത്, കുടിക്കാത്തതുകൊണ്ട്. ഇപ്പൊ ഞാൻ ആട്ടം നിർത്തി കാണിച്ചു തരാം. അതെന്താ മാജിക്കോ? നാരായണൻ ചേട്ടന് വെള്ളം ഒരു 150 അടിച്ച് നാരായണൻ ചേട്ടൻ ഇപ്പൊ ആട്ടം നിർത്തി. പാല് വെള്ളത്തിലായല്ലോ. നടക്കാൻ എന്താണ് ചേർക്കേണ്ടത്? ഒരു സാധനം ചേർക്കണ്ട കട്ട. ഒരു 150. നമ്മള് കുടിച്ച കാര്യം നാട്ടുകാരറിയാൻ പാടില്ല. നോക്ക്, ഇങ്ങോട്ട് നോക്കാൻ. ഇപ്പൊ ഞാൻ ആടുന്നുണ്ടോ? ചേട്ടന്റെ ആൾക്കും ഞാൻ ഏറ്റെടുത്തു. ഐ ആം ഗോയിങ്. നിൽക്കടാ നിൽക്ക്, ഞാനും വരുന്നുണ്ട്. എനിക്ക് എന്റെ അളിയൻ ഇന്ന് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. വലിയൊരു റീത്ത് വാങ്ങിച്ചു. റീത്തല്ലടാ, മാല. അപ്പൊ ചത്തിട്ടില്ലല്ലേ? ചത്തിട്ടില്ല. എന്റെ അളിയൻ ലക്ഷങ്ങളും കൊണ്ടാണ് വരുന്നത്. അത് വന്നാൽ നിന്റെ ഒന്നും ചില്ലിക്കാശ് എനിക്ക് ആവശ്യമില്ല. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അതവിടെ ഇരിക്കട്ടെ. അത് പോട്ടെ. എന്റെ അളിയനെ സ്വീകരിക്കാൻ ഞാനും സേതുലക്ഷ്മിയും കൂടെ എയർപോർട്ടിൽ പോകുന്നു. അവിടെ പോയി മാലയിട്ട് മയക്കി സ്വീകരിക്കും. ഇവിടുന്ന് വേറെ ചിലര് പോകുന്നുണ്ടല്ലോ സ്വീകരിക്കാൻ. ആരാടാ ആ തെണ്ടി? അല്ലേ ഇവിടെ ഇങ്ങനെ മീശയും കറുപ്പിച്ചോണ്ടിരുന്നാ മതിയോ? എടീ, മേനോൻ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വരുന്നത് ഒരു ഫോറിൻ കൺട്രി ആയിട്ടാ. അപ്പൊ സ്വീകരിക്കാൻ പോകുന്ന ഞാൻ ഒരു ഹാഫ് കൺട്രിയെങ്കിലും ആവണ്ടേ എന്റെ ഭാർഗവി? എന്താ ഈ പാന്റും ഷർട്ടും ഇട്ട് നടക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. എന്തു വേണോ ആയിക്കോ, പക്ഷേ വിമാനം വരുന്നതിന് മുമ്പ് അവിടെ എത്തണം. അല്ലെങ്കിൽ മേനോൻ സാറിനെ ആണുങ്ങൾ റാഞ്ചിക്കൊണ്ട് പോകും. ആരും കൊണ്ടുപോയില്ല ഭാർഗവി. ഞാനും അദ്ദേഹം തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ. സ്നേഹത്തിന് പുഴുങ്ങി കുത്തി അരിയാവൂല മനുഷ്യ. ഇപ്പൊ തന്നെ എത്ര രൂപ ഞാൻ കടം വാങ്ങിച്ചെന്നോ? മാലക്കാരന് 20 രൂപ, കാറുകാരന് 50 രൂപ, പിന്നെ നിങ്ങൾ ഇട്ടിരിക്കുന്ന പാന്റിനും ഷർട്ടിനും വാടക 10 രൂപ. പാന്റിന്റെ ഷർട്ടിന്റെ പുണ്യത്തെ പറ്റി നീ പറയണ്ട. ഇതേതോ വണ്ടി കയറി ചത്തവന്റെ ഷർട്ടും പാന്റാ. ഇത്രയേറെ ചെലവ് ചെയ്ത സ്ഥിതിക്ക് ഒരു 5000 രൂപയെങ്കിലും നമുക്ക് സാറിനോട് വാങ്ങണം. ഒന്നും കിട്ടാണ്ട് ഈ രാവുണ്ണി ഈ ഷർട്ടും പാന്റും ഇടുവോ?
നീ ഐശ്വര്യായിട്ട് എന്നെ യാത്രയാക്ക്. പോയിട്ട് ആ. നേരെ എത്രയായിട്ടും വിമാനം കാണുന്നില്ലല്ലോ. ഛെ, അങ്ങോട്ട് നേരെ നിൽക്കും മനുഷ്യ. എന്തുവാ ഇത്? ആളിയം വരുന്ന പ്രമാണിച്ച് ഒരു തുള്ളി അടിക്കരുത്. നീയല്ലേ എന്നോട് പറഞ്ഞത്? ഇങ്ങോട്ട് നോക്ക്. ഒരു 150 അടിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ സ്റ്റഡിയായിട്ട് നിന്നേനെ. ദൈവത്തെ ഓർ തന്നെ മാനം കെടുത്തരുത്. ദേ ആ കാരണത്തോട്ട് കയറി കിടന്നേ. ഡോണ്ട് വറി. അതാരാ വരുന്നത് നോക്കി. ഇവനിത് ആരെ കിടക്കാൻ ആരേച്ചാരുടെ വേഷവും കിട്ടിക്കൊണ്ട് വരുന്നത്. ആരെ? ദാ അങ്ങോട്ട് നോക്കാൻ. ആ രാവുണ്ണി അങ്ങോട്ടൊന്ന് നോക്കാൻ. നിങ്ങള് നേരത്തെ ഇങ്ങോട്ട് എത്തിയില്ലേ? എന്റെ ആങ്ങളെ വരുമ്പോ സ്വീകരിക്കാൻ പിന്നെ താനാണോ നേരത്തെ വരേണ്ടത്? കറക്റ്റ്. താനാരൊക്കെട്ടാണോ ഈ മാലയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ഞാനും മേനോൻ സാറിനെ സ്വീകരിക്കാൻ വന്നതാ. ഓ സ്വീകരിക്കാൻ വന്നിരിക്കുന്നു. കൊച്ചാനെ സ്വീകരിക്കാൻ ഞങ്ങളൊക്കെ മതി. ആളിനെ പൊടിയിട്ട് എന്തെങ്കിലും തട്ടിയെടുക്കാമെന്നായിരിക്കും മോഹം. മോഹം. ആ മോഹം അങ്ങ് മനസ്സിൽ വെച്ചാ മതി. എനിക്കൊന്നും വേണ്ടേ. അദ്ദേഹത്തെ കണ്ട് സന്തോഷം ഒന്ന് അറിയിച്ചാ മാത്രം മതി. താനങ്ങനെ സന്തോഷിക്കണ്ട. വിമാനം ചിലപ്പോ കടലിൽ പോയി പതിച്ചു കാണും. ദുശൂനം പറയുന്നു. ആ സോറി. നിന്റെ ആങ്ങള് മരിക്കുന്നത് നിനക്ക് സഹിക്കില്ലല്ലോ. മരിക്കുന്ന എല്ലാരും മരിക്കും. പക്ഷെ കൊണ്ടുവരുന്ന സാധനങ്ങൾ മുഴുവൻ കടലിൽ പോകത്തില്ലയോ? അതിന് വിഷമിക്കാനൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി കടലിൽ പോയി മുങ്ങി തപ്പിയാ മതി. സാധനങ്ങൾ കിട്ടും. രാവുണ്ണിയല്ലേ? ആണേ. കൊച്ചാട്ടാ ഈ മനുഷ്യ മാല അങ്ങോട്ട് കൊണ്ടിടാൻ. ചേട്ടാ ഇങ്ങോട്ട് മാറും. ഇങ്ങോട്ട് മാറിയല്ലോ. ഇങ്ങോട്ട് കൊണ്ടിടൂ. ഇങ്ങോട്ട് കൊണ്ടിടൂ. എന്താ അതെ ഞാൻ ഞങ്ങളും കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ ചേട്ടാ? പെട്ടി പെട്ടി ഞങ്ങൾ എടുക്കാൻ പോ ചേട്ടാ. രാവണി രാവണി ഇങ്ങോട്ട് കൊണ്ടുവരാ. മലയാളിയാ ഞാൻ. വരൂ വരൂ. രാവണി സാധനങ്ങളല്ല ഇതിൽ വെക്കല്ലേ. കുറച്ച് അതിലൂടെ വെക്കും. രാവണി സ്ഥലമില്ലല്ലോ. കൊച്ചേട്ടാ അതിൽ കയറും. എന്നാ നമുക്ക് അതിൽ പോകാൻ. വരൂ കഴുത്തൊന്ന് കാണിച്ച് ഞാൻ ഈ മാലയൊന്നും ഇതിപ്പോ ഏതാ പ്ലെയിൻ അങ്ങ് കടലിൽ വീഴുമായിരുന്നു. അതെ ഇതൊക്കെ എത്ര രൂപ തരാന്ന് പറഞ്ഞത്? 50 രൂപ. താ മേനോൻ സാറിന്റെ 150 രൂപ വാങ്ങിക്കുക. അതിൽ 50 രൂപ താ എടുക്കുക. 100 രൂപ എനിക്ക് തരാം. അത് എനിക്ക് പറ്റില്ല. ഞാൻ മേനോൻ സാറിനോട് പറയും. അയാളെന്താ തന്റെ അമ്മായി അച്ഛനാ? എടുക്കടാ കള്ളന്മാര്. പെട്ടി നോക്കട്ടോ. അയ്യോ ഇതിനകത്തിരുന്ന് ഉറങ്ങോ? വരൂ അങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങി വരൂ. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. ഇങ്ങോട്ട് ഇറങ്ങാൻ. വരൂ വരൂ വരൂ. എന്താ 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 വരൂ വരൂന്ന്. എന്റെ സ്വഭാവം അറിയില്ല. അളിയന്റെ അടുത്തേക്ക് പോവാ. നടക്ക്. കൊച്ചാട്ടാ മാല. കൊച്ചാട്ടാ കൊച്ചാട്ടാ. അയ്യോ കൊച്ചാട്ടാ. അളിയന് ഞങ്ങളെക്കാൾ വലുതാണോ ആ എരപ്പാളി രാവുണ്ണി? എനിക്ക് വലിയവനും ചെറിയവനും ഒന്നുമില്ല. മനുഷ്യത്വമുള്ളവനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. രാവുണ്ണി ചെറുപ്പം മുതലേ എന്റെ സ്നേഹിതനാ. ഒരു സെക്കൻഡ്, ഒരു ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. രക്തബന്ധത്തെക്കാൾ വലുതാണോ കൊച്ചാട്ടാ സ്നേഹബന്ധം? കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കിയാലോ?
ഞാൻ പറയാം. മുട്ടുവെച്ച് താങ്ങരുത് തങ്ങളെ. ഇല്ല, കൂടെ പറഞ്ഞ ഞാൻ ഒരു മാലയും വാങ്ങിച്ച് കാറും പിടിച്ചു വന്നപ്പോ ഞങ്ങളെ അപമാനിച്ചു വിട്ടില്ലേ? 25 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്റെ കഴുത്തിലിട്ടത് മാലയല്ല, കയറായിരുന്നു. അതേ കയറ് മുല്ലപ്പൂവിൽ പൊതിഞ്ഞ മാലയാക്കി ഇപ്പോഴും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ആ അളിയൻ അങ്ങനെയൊക്കെ തോന്നും. ഈ പണവും പത്രാസും വരുമ്പോ ചിലവന്മാർക്ക് അഹങ്കാരം കൊണ്ട് കണ്ണിന് തിമിരം വരും. അതേടോ, നിങ്ങളെ കണ്ട പട്ടാ പകൽ പോലും എന്റെ കണ്ണിൽ ഇരുട്ട് കയറും. പോയതിന്റെ മുമ്പിന്ന്. കൊച്ചാട്ടൻ ഈ നാട്ടിൽ ഞങ്ങളല്ലാതെ മറ്റാരും ഇല്ലെന്ന് ഓർമ്മ വേണം. എനിക്ക് ഞാൻ മാത്രം മതി. അതുകൊണ്ട് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഈ ബംഗ്ലാവ് ഞാൻ വിലയ്ക്ക് വാങ്ങിയത്. അപ്പൊ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്നാണോ അളിയൻ നിശ്ചയിച്ചിരിക്കുന്നത്? എന്ന് മാത്രമല്ല, നിങ്ങൾ എന്റെ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല. ഇറങ്ങി പുറത്തു പോ. കൊച്ചാട്ടാ, ലക്ഷ്മി വാ, നമുക്ക് പോവാം. വാ വാടി. ആ ചതിയൻ രാവുണ്ണിയാ കൊച്ചാണ്ട മനസ്സ് മാറ്റിക്കളഞ്ഞത്. അത് കറക്റ്റ്. അമ്മാവനെവിടെ? അമ്മാവനെ കാലം കൊണ്ടുപോയി. എടീ, ആ കംസൻ അമ്മാവനൊന്നുമല്ല, കുമ്മാവൻ. നിന്റെ അമ്മയെ അധിക്ഷേപിച്ചാ പറഞ്ഞയച്ചത്. മോളെ, നിന്റെ അച്ഛനോട് കളിച്ചിരുന്നെങ്കിൽ കാണാമായിരുന്നു. എന്താടി പണ്ട് അമ്മാവനോട് നിങ്ങൾ ചെയ്തതിന് ഇപ്പൊ അമ്മാവനും പകരം വീട്ടി കാണും. അവൻ എന്തു വേണമെങ്കിലും ചെയ്യട്ടടി. ഇങ്ങോട്ട് നോക്ക്. 41 ദിവസത്തിനകത്ത് 90 ദിവസത്തിനകത്ത് അവനെ ഈ നാട്ടിൽ നിന്ന് വീണ്ടും ഞാൻ കെട്ടിച്ചിട്ടില്ലെങ്കില് ഞാൻ നിന്റെ അമ്മയുടെ നായരല്ല. അതെന്ത് കുന്തമെങ്കിലും ആവട്ടെ, അതിലൊന്നും അല്ല എനിക്ക് വിഷമം. കൊച്ചാട്ടം കൊണ്ടുവന്നത് മുഴുവൻ ആ രാവുണ്ണി എടുക്കുമല്ലോ എന്ന് ഓർക്കുമ്പോ എന്റെ അടിവയറ്റിന്നൊരു തീയ. ഓ, ഇപ്പോഴെങ്കിലും തിരിച്ചെഴുന്നള്ളിയല്ലോ. ആ മേനോൻ എന്നെ വിടണ്ടേ ഭാർഗവി? കാശ് കിട്ടിയോ? കിട്ടൂന്നാ തോന്നണേ. അത് ശരി. ആഹാ, എവിടെ ഞാനൊന്ന് നോക്കട്ടെ. നീ കിട്ടിയോ? എന്നെ ദേഹപരിശോധന ഒന്നും നടത്തണ്ട. ആ മേനോനെ കണ്ടപ്പോ കൃഷ്ണനെ കണ്ട കുചേലനെ പോലെ ഞാൻ എല്ലാം മറന്നുപോയി. അയ്യടാ, നീളത്തി പൂമാലയും കൊണ്ട് പോയിട്ട് വെറും കൈയോടെ കയറി വന്നിരിക്കുന്നു. നടന്നത് എന്താണെന്ന് അറിയാതെ നീ കിടന്ന് ചാടരുത്. ഞാൻ ആകെ വിശന്ന് തല ചുറ്റിയാ വന്നിരിക്കുന്നു. എന്നാലേ ഞാനിനി അടുപ്പ് തീ എത്തിക്കത്തില്ല. അത്രയ്ക്ക് കൊള്ളത്തില്ലല്ലോ. നിന്റെ വേലയൊന്നും എന്നോട് കാണിക്കണ്ട. എന്താ ഒരു മണം? വറുത്തമീന്റെ. വറുത്തമീൻ മാത്രമല്ല, ചെമ്മീൻ ഒലത്തിയത്, കരിമീൻ പപ്പാസ്, കാച്ചിയ മോര്, പപ്പടം എല്ലാം ഉണ്ട്. എന്നാ ഇത്തിരി ചോറ് വിളമ്പ്. അങ്ങേ വീട്ടിലോട്ടിയല്ല അവിടുന്ന് മണം വരുന്നത്. അങ്ങേ വീട്ടിൽ നിന്റെ അച്ഛൻ വിളമ്പി വെച്ചിട്ടുണ്ട്. ആഹാ, എന്റെ അച്ഛന് പറഞ്ഞല്ലേ. ഞാൻ കാണിച്ചു തരാം. ഞങ്ങളെപ്പോഴും ഇങ്ങനെയാ. എന്ത് കളിയാണത്? അല്ല, പ്രായത്തിലായിട്ടും കുട്ടിക്കളി മാറിയില്ലല്ലേ കേട്ടാ. പിന്നെ ഞാനേ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഇത്ര ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരു കുടുംബം ഈ നാട്ടിലില്ല കേട്ടോ. ഓ എന്റെ ഭഗവാനെ. എന്താ 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 താനെന്താ വന്നേ? രാമുണ്യാശാനോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നമ്മുടെ ആ ശ്രീധരമേനോന്റെ വീട്ടിലൊരു കാര്യസ്ഥന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്റെ പൊന്നാശാൻ അതെങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചതാ. എന്റെ പെങ്ങളെ ഒന്ന് പറ, പെങ്ങളെ ഒന്ന് പറ. അതൊന്ന് ശരിയാക്കി കൊടുക്കുന്നേ. കള്ളൻ, കരിങ്കള്ളൻ. ഇവനെ ഞാൻ ഒരു സ്ഥലത്ത് പശുവിനെ കറക്കാൻ ഏൽപ്പിച്ചു. അവസാനം പശുവിനെ കൊണ്ടുപോയി. കള്ളൻ. ആശാനെ, ഇനി ആ വാക്ക് ഉപയോഗിച്ചു പോരുത്. കള്ളനോ തെണ്ടിയാണെങ്കിലും ഞാൻ അഭിമാനമുള്ളവനാ. ഒരു കഷ്ണം കയറ് ചെലവാക്കി ഞാനവിടെ കെട്ടിത്തൂച്ചാവും. ആ പെങ്ങളെ, ആ വീട്ടിൽ ജോലിയാക്കി തന്നത് സത്യമാണ്. പതി പോലെ ഒരു ദിവസം പശുവിനെ കറക്കാൻ ചെന്നപ്പോ പശു കയറ് പൊട്ടിച്ച് ഓടി. പശുവിന് പിന്നാലെ ഞാനും ഓടി. ഓടി 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 ഞാൻ പശുവിനെ പിടിക്കാൻ നോക്കി. എന്നിട്ട് താൻ പശുവിനെ പിടിച്ചില്ലേ? പശുവിനെ പിടിച്ചു. പശു അത്ര ദൂരം ഓടിയില്ലേ, ഭയങ്കര ഓട്ടല്ലേ ഓടിയേ. പശുവിനെ പിടിച്ചിട്ട് താൻ ഉടമസ്ഥന് തിരിച്ചു കൊടുത്തോ? അപ്പൊ ഉടമസ്ഥന് തിരിച്ചു കൊടുത്തോന്ന് ചോദിച്ചാ ഞാൻ പശുവിന് വിറ്റു. പിന്നെ ഞാൻ വിക്കല് ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് ശേഷം വാട്ടീസൊക്കെ അടിച്ച് 2 ദിവസം അവിടെ ലോഡ്ജ് താമസിച്ചു. പിന്നെ അടുത്ത തീവണ്ടിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നു. ബാക്കി ഇതാ 100 രൂപ. എന്താന്ന് കാശിതാ എന്റെ പെങ്ങളെ കയ്യില്. ജോലി പെങ്ങളോട് ചോദിച്ചോ? എന്റെ പൊന്നമ്മേ, ഈ ജോലി എങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തതാ. കുറ്റം വിഷമിക്കണ്ട, എല്ലാ കാര്യവും ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം.
അപ്പൊ ഞാൻ ഉറപ്പിച്ചോട്ടെ. കാല് പിടിക്കണ്ട, കാല് പിടിക്കണ്ട, കാല് പിടിക്കണ്ട. കാല് പിടിക്കാൻ എനിക്ക് ഭ്രാന്തുണ്ടോ? ഒന്നുകൂടി മാറി. ഓടോ. ആ, രാജാ. കള്ളൻ. എന്താ പേര്? കുട്ടൻ നായര്. കുട്ടൻ നായർ. ഏതുവരെ പഠിച്ചു? ബികോം ആണ്. ഞാനിതാരോടും പറയാറില്ല. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാര് മുഴുവൻ എളിമേട്ട എളിമേട്ട എന്നാ വിളിക്കണേ. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. കുട്ടൻ നായരെ ഇവിടുത്തെ കാര്യസ്ഥനാക്കി നിയമിക്കണമെന്ന് രാവുണ്ണിക്ക് അങ്ങേയറ്റത്തെ താല്പര്യമുണ്ട്. ഓ ഓ, വളരെ സന്തോഷം. പക്ഷെ എനിക്ക് താല്പര്യമില്ല. അതെന്താ സാറേ? തന്നെ കുറിച്ച് ഞാൻ പുറത്തൊരു അന്വേഷണം നടത്തി. അത് അസൂയക്കാര് പലതും പറയും. വിശ്വസിക്കാവുന്നത് തന്നെ പറഞ്ഞതാ. താൻ ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് പുറത്തായത് എങ്ങനെയാണ്? അതൊരു മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ടതാ. മോഷണ കേസോ? അതെ, അതിലെനിക്ക് അഭിമാനമുണ്ട്. താൻ ഇയാളെ കൊണ്ടുവന്ന് എന്നെ തെണ്ടിക്കാനാണല്ലേ? മുതലാളി, പഴയ മുതലാളിയുടെ ബംഗ്ലാവ് കള്ളൻ കയറി. എന്നെ കണ്ടപ്പം കത്ത സാധനം അവിടെ ഇട്ടിട്ട് കള്ളൻ ഓടി. ഞാൻ അതെടുത്ത് മുതലാളിയെ ഏൽപ്പിച്ചു. മുതലാളി എന്നെ പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് എന്നെ കോടതിയിലേക്ക് അയച്ചു. കോടതി 3 കൊല്ലം ശിക്ഷിച്ച് എന്നെ ജയിലിലേക്ക് അയച്ചു. 3 കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞ് എന്നെ വെറുതെ വിട്ടു. ഇക്കാലത്തൊരു ഉപകാരം ചെയ്താൽ ഇതാണ് അനുഭവം. തൽക്കാലം ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു മാസക്കാലം കുട്ടൻ നായരെ അപ്രന്റീസ് ആയിട്ട് നിയമിച്ചൂടെ? കുട്ടൻ നായർക്ക് പാചകം ചെയ്യാൻ അറിയാവോ? ഓ, 1000 ആൾക്കുള്ള ഡിന്നർ ഞാനൊരു 1/2 മണിക്കൂർ കൊണ്ട് ചെയ്യും. ചെയ്യും. എനിക്കിവിടെ ഡിന്നർ ഒന്നും വേണ്ടടോ. നല്ല നാടനരിയുടെ കഞ്ഞിയും കുടിച്ച് ശുദ്ധവായും വെളിച്ചവും ഏറ്റ് ജീവിക്കണം. അതിനാ ഞാൻ അമേരിക്ക വിട്ട് ഇങ്ങോട്ട് പോകുന്നത്. താൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വരികയല്ലേ നല്ലത്. ഉം, ഉം. കുട്ടൻ നായര് വിശ്വസ്തനാണല്ലോ. അല്ലാത്തവർ ഞാൻ ഇവിടെ വിളിച്ചോണ്ട് വരുമോ? രാവുണ്ണിക്ക് അറിയാവോ, ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിച്ചു തീർക്കേണ്ട എല്ലാ സുഖവും ദുഃഖവും ഞാൻ എന്റെ അമേരിക്കൻ ജീവിതം കൊണ്ട് അനുഭവിച്ചു തീർത്തതാ. മേനോൻ സാറ് 5-6 മദാമാരെ കെട്ടിക്കൊണ്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചത്. വേണമെങ്കിൽ 50 എണ്ണത്തിനെ കെട്ടിക്കൊണ്ട് വരാറുണ്ടോ. പക്ഷെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ മോഹം. അതിനിടയില് വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. അതൊക്കെ വേണ്ടതാ. എങ്കിലും അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ആരെങ്കിലും വേണ്ടതല്ലേ? വേണ്ടടോ, അതിലും വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. തറവാട്ടുവക സ്വത്ത് തട്ടിയെടുത്തിട്ടാണ് എന്റെ പെങ്ങളോളിനെ എന്നെ ഇവിടെ ഓടിച്ചത്. അതുകൊണ്ട് അവരുടെ മുമ്പില് കിട്ടാവുന്നത്ര എസ്റ്റേറ്റുകളും പറമ്പുകളും എനിക്ക് വാങ്ങിച്ചു കൂട്ടണം. അതൊക്കെ വേണ്ടതാ. എങ്കിലും അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ആരെങ്കിലും. അതിന് നിങ്ങളൊക്കെ ഇല്ലേ? എന്നാലും ഒരു ഭാര്യ എന്ന് പറയുമ്പോ അതൊരു ഐശ്വര്യാണേ. രാവുണ്ണി എവിടുന്നാ വിവാഹം കഴിച്ചത്? ആ കാര്യമൊന്നും പറയണ്ട. ഞാനൊരു ചെറുക്കന്റെയും പെണ്ണിന്റെയും കല്യാണം ഉറപ്പിച്ചു. പെണ്ണൊരു അലവലാതിയായിരുന്നു. അതറിഞ്ഞ് മുഹൂർത്ത സമയത്ത് ചെറുക്കൻ വന്നില്ല. നാട്ടുകാര് കൂടി എന്നെ കൊണ്ട് അവളെ കെട്ടിച്ചു. അതാ എന്റെ ഭാർഗവി. അപ്പൊ തന്റെ ഭാര്യ അലവലാതിയാണോ? കണ്ടോ, അപ്പൊ എനിക്ക് കിട്ടുന്നത് അതുപോലുള്ളതാണെങ്കിലോ? ഏയ്, മേനോൻ സാറിന് നല്ല തങ്കക്കുടം പോലുള്ള പെണ്ണിനെ ഞാൻ കെട്ടിച്ചു തരും. ആ, വഴി പോലെ നമുക്ക് ആലോചിക്കാം. ധൃങ്കനരകാസ്തി ധൃതി കേടാതരതിനാശ്ചത ദമ്പുംബദമ്പുതാളികൾ ദേവോ മൃദേവോ മൃഡ സ്വാഹാനുഭൂരി. എന്താ നക്ഷത്രം? മൂലം. മൂലത്തിൽ ഗുളിയൻ നിപ്പുണ്ട്. ഉച്ചസ്ഥായിയിലാണ്. സാരമില്ല, അമ്മാവനാളൊരു ഭാഗ്യവാനാണ്. ഭാഗ്യവാനോ? ഭാഗ്യവാനല്ല, ഭാഗ്യ ലോറി തന്നെ ആയിക്കോട്ടെ. അതിനെന്താ? 1-2 ആഴ്ചക്കകം ഒരു വലിയ സംഭവം നടക്കുമെന്നാണ് കാണുന്നത്.
തൃശൂർ പൂരമായിരിക്കും. പൂരമല്ല. ഛായ്. അമ്മാവന്റെ ജീവിതത്തിൽ ഒരു വിശേഷം നടക്കാൻ പോകുന്നു. പറഞ്ഞാട്ടെ 50 രൂപ ദക്ഷിണ വയ്ക്കൂ. 50 രൂപയോ? 10 രൂപയോ ഉള്ളല്ലോ. ശാസ്ത്രമനുസരിച്ച് ദക്ഷിണ മുഴുവൻ തന്നില്ലെങ്കിൽ പറയുന്ന ഫലം മുഴുവൻ ശരിയായെന്ന് വരില്ല. കയ്യും നീട്ടിക്ക്. ഓം സുബ്രഹ്മണ്യായ നമഃ. ജലമതേ ശ്രീ പത്മനാഭ സ്വാമി. അമ്മാവന്റെ ആയുർരേഖ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ്റേ എടുക്കണമല്ലോ. 10 താഴെയുള്ള ഒരു സംഖ്യ പറയൂ. 1.5. 1.5യോ? അതിനും ദാരിദ്ര്യമാണോ? ഒരു പൂർണ്ണ സംഖ്യ പറയൂ. 8. അപ്പൊ ഇരട്ട. 2 സന്താനങ്ങൾ ഉണ്ടെന്നാണ് കാണുന്നത്. അയ്യോ, എനിക്ക് പിള്ളേര് 4 ഉണ്ട്. കണ്ടോ, ദക്ഷിണ കുറവായതുകൊണ്ട് ഫലവും കുറവായി പോയി. എനിക്ക് എന്താ എന്റെ ഭാര്യയുടെ കാര്യം ഒന്നും അറിയണം. അതറിയാനെന്തിരിക്കൂ. ഞാൻ ജപിച്ചു തന്ന ചരട് അവരുടെ അരയെ കെട്ടി. അതിനുശേഷം അവർ ഉറക്കത്തിൽ എഴുന്നേറ്റ് പോകാറുണ്ടോ? ഇല്ല. പക്ഷേ അർദ്ധരാത്രി ആവുമ്പോ അയലത്തുള്ള ഒരുത്തൻ അവളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. എന്നിട്ട് 2 ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പക്ഷേ ഇപ്പൊ എന്റെ പിള്ളേരെ നോക്കാൻ ആരുമില്ല. അത് പോരാ. ആരടി ഇവൻ? എടി പറയാൻ. സുരേഷ്, നീ അവനും തമ്മിൽ സ്നേഹമാണ്. എടി, നിന്റെ അച്ഛൻ കാരണം കുടുംബത്തിലെ സ്വത്തുക്കളെ നശിച്ചിട്ടുള്ളൂ. മാനം പോയിട്ടില്ല. നീ അതും നശിപ്പിക്കും. സുരേഷ് നല്ലവനാ. ജോലി കിട്ടിയാലുടൻ സുരേഷ് എന്നെ വിവാഹം കഴിക്കും. അതൊക്കെ എല്ലാരും പറയുന്നതാ. ഇവൻ എവിടെ ഉള്ളതാ? ടൗണിലാ. കോളേജിൽ സീനിയർ ആയിരുന്നു. മോളെ, നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നമ്മൾ ഇന്ന് കിടപ്പാടം പോലും ഇല്ലാത്തവരാ. നീയും കൂടി വഴി തെറ്റിയാൽ. ഇല്ലമ്മേ, സുരേഷിനെ എനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസത്തിന്റെ ഒക്കെ മാറ്ററിയുന്നത് കാര്യത്തിലെടുക്കുമ്പോഴാടി. നീ പഠിച്ചൊരു നിലയിലെത്തിയിട്ട് വേണം ഈ കുടുംബം ഗതി പിടിക്കാൻ. എന്റെ കണക്കൂട്ടിൽ തെറ്റിച്ചാലുണ്ടല്ലോ, അന്ന് നിന്നെയും കൊന്ന് ഞാനും ചാവും. അരി, മുളക്, ചായപ്പൊടി, പഞ്ചസാര. ഇനി ഒരു മനുഷ്യൻ കാണാതെ സൂക്ഷിച്ചു കൊണ്ടുപോകണോ. ആ രാമുണ്ണിയുടെ കണ്ണ് പെടരുത് കേട്ടോ. നിങ്ങൾ എപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്? എടി, മേനോൻ എസ്റ്റേറ്റ് പോയിരിക്കുക. അങ്ങേര് വരാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. 3 മുട്ട, 2 നീ പാലിലടിച്ചു കുടിച്ചോ. ഒരെണ്ണം എനിക്ക് അവിടെ ചെയ്യേ. 5 രൂപ. അതെവിടെ പോയി? പേസ്റ്റ്, ബ്രഷ് എവിടെ പോയി? അത് വേണ്ട, വേറെ ആളുടെ വാലിട്ട് തേച്ചാലേ. അതൊക്കെ ഞാൻ കഴിയെടുത്ത് വൃത്തിയായിക്കോളാം. അത് ഞാൻ വരുമ്പോ കൂടെ നീ പോയിക്കോ. പോയിക്കോ. അത് പിന്നെ ഈ ജിങ്കാന ബാസുവിനോട് പറയേണ്ട കാര്യമുണ്ടോ സാറേ? ഏയ്, ഒരിക്കലുമില്ല. നമുക്ക് ശരിയാക്കാം. തോള് തറയ്ക്കരുത്. ഫുൾ ബാൻഡ്. ജോൺസൺ, എന്താ ആശാനെ? ഇടുവാ തല്ലിപ്പൊളി റെസ്റ്റ് ഹൗസ് വന്നിട്ടുണ്ട്. ഏതോ റബ്ബർ മുതലാളി വളച്ചോണ്ട് വന്നിരിക്കുക. പെമ്പിള്ളേരുടെ എൻഗേജ് ആണെന്ന് പറയാ ആശാനെ. തനിക്ക് കൈ നിറയെ കാശ് കിട്ടുന്ന ഏർപ്പാടാ. അത് ശരിയാ. ഞാൻ ചെയ്യുന്ന അതേ പണിയാണ് നേതാവ് റബ്ബർ മുതലാളിക്കും ചെയ്യുന്നത്. നേതാവ് റബ്ബർ മുതലാളിക്ക് ചെയ്യുമ്പോൾ അത് ഫ്രണ്ട്ഷിപ്പ്, ഞാൻ ചെയ്യുമ്പോൾ അത് പിൻഷിപ്പ്. അതാടാ ഇന്നത്തെ ലോകം. ഒരു പാവപ്പെട്ട പെണ്ണ് ഹോട്ടലിൽ പോയാൽ വ്യഭിചാര കുറ്റത്തിന് കേസെടുക്കും. റെസ്റ്റ് ഹൗസിൽ എന്ത് വൃത്തിയും നടന്നാലും അതിന്റെ പേര് എൻജോയ്മെന്റ് അല്ല. ഏതായാലും നമുക്കിപ്പോ നേതാവിനെ പിണക്കാനൊക്കില്ല. അടുത്ത അസംബ്ലി ഇലക്ഷന് അയാളാ ഇവിടുത്തെ സ്ഥാനാർത്ഥി. എന്നാ പിന്നെ എനിക്ക് പാർലമെന്റിലേക്ക് നിൽക്കാമല്ലോ. ഏതായാലും ഞാനും നോക്കട്ടെ, ഒന്ന് ചെത്തിയിട്ട് വരാം.
ആ നാരായണൻ ചേട്ടനോ? എന്താ പതിവില്ലാതെ? എനിക്ക് എന്റെ വാസുവിനോട് ദേ ഒരു കാര്യം പറയാനുണ്ട്. എന്റെ മോളുടെ പരീക്ഷയ്ക്ക് അടയ്ക്കാനുള്ള ഫീസ് കട്ടെടുത്തോണ്ടാണ് ദേ ഞാൻ ഇത് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിക്കേ? എന്തിനാ? എനിക്കൊരാളോട് പ്രതികാരം ചെയ്യാനുണ്ട്. ആരോട്? എന്റെ അളിയൻ ശ്രീധരമേനോനോട്. അവൻ അമേരിക്കയിൽ നിന്ന് വരുമ്പോ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാൽ കാശ് ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. അതിനിപ്പോ ഞാനെന്താ വേണ്ടത്? നമുക്ക് അവനെ ഒന്ന് കുത്തുപാള എടുപ്പിക്കണം. നാളെ ഒരു എസ്റ്റേറ്റിന്റെ പ്രമാണം നടത്താൻ അവൻ ബാങ്കിൽ നിന്ന് പണം എടുത്തു വരുന്ന വഴിക്ക് എന്റെ വാസുവും കൂട്ടുകാരും ചേർന്ന് അവനെ ഒന്ന് പെരുമാറി തരണം. നോക്കാം. രജിസ്റ്റർ ഓഫീസിലേക്ക് എന്ത് ദൂരമുണ്ട്? ഇവിടുന്ന് 20 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ബസ്സിന് പോയാ സമയത്ത് എത്താൻ പറ്റുമോ? ബസ്സൊക്കെ സമരത്തിലാ സാറേ. താൻ എന്ത് വർത്താനേ പറഞ്ഞു? സമരമൊക്കെ ഇന്നലെ തീർന്നില്ലടോ. ബസ്സുകാരുടെ സമരം തീർന്നപ്പോ വഴിതടലുകാരെ സമരം തുടങ്ങിയിരിക്കുക. എവിടെ ഇട്ടാ തീ കൊളുത്താന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെ ടാക്സി പോവാം. പെട്ടിക്കകത്ത് 4-5 ലക്ഷം രൂപ ഉള്ളതാ. അതെ, പെട്ടി ഞാൻ പിടിച്ചോളാം. ഈ പെട്ടിയാ? ഞാൻ പിടിച്ചോളാം. ടാക്സിക്കാരെ സൂക്ഷിക്കണം കേട്ടോ. എവിടെ പോകാനാ സാറേ? പൊൻകുന്നം വരെ പോണം. പൊൻകുന്നത്ത് എവിടെയാ? രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുവിട്ടാ മതിയോ? മതി. എന്തോ ആകും? ഒരു 150 രൂപയെങ്കിലും ആവും. 20 കിലോമീറ്റർ 150 രൂപ ആകും. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. തനിക്ക് ഞാൻ 1000 രൂപ വെറുതെ തരട്ടെ? തനിക്ക് വല്ല വിഷമം ഉണ്ടാവോ? വെറുതെ ഇടണം. ഇയാൾ എന്ത് കണക്കായി പറയണേ? കണക്കൊന്നും പറയണ്ട. 150 രൂപ കൊടുക്കണം. തന്നോട് ചോദിച്ചേ. തനിക്കൊക്കെ വല്ല പോക്കറ്റ് അടിക്കാൻ പറ്റുള്ളൂ. സാറേ അനാവശ്യം പറയരുത്. തടിച്ചിട്ടേക്ക് നടന്നോളൂ. പൊൻകുന്നത്ത് എത്തിക്കോളും. ടൗണി നാട്ടിലോട്ട് തിരിച്ചു വരണ്ടായിരുന്നു തോന്നിപ്പോന്നു. തന്റെയൊക്കെ മുമ്പിൽ മഹാത്മാക്കള് പോലും പേനാക്കത്തി എടുത്തു പോകും. സാറിന് എവിടെയാ പോകേണ്ടത്? പോകേണ്ടത് പൊൻകുന്നത്താ. എന്ത് തരണമെന്ന് പറഞ്ഞിട്ടേ കയറുന്നുള്ളൂ. മീറ്റർ ചാർജ് തന്നാ മതി. അവര് പറഞ്ഞ 150 രൂപ അല്ലേ? 150 രൂപ. തനിക്ക് 200 രൂപ തരാം. കയറോ? അതൊന്നും വേണ്ട.
Well done. Come on. ഈ പ്ലാസ്റ്റർ ഒട്ടിച്ചാലേ പൊടി കേറില്ല. മോന് വണ്ടി ഓടിക്കേണ്ടതല്ലേ? ദേ അനങ്ങല്ലേ ശ്രീനി? കഴിഞ്ഞുന്നേ. എന്തൊരു ഇടിയാ അവിടെ നടന്നത്. ഇതൊക്കെ പഠിച്ചിട്ടാണോ മോനെ? ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? ഇരിക്കൂ. സാരമില്ല സാർ. ശ്രീനി ഇല്ലായിരുന്നെങ്കിൽ ആ കാലമാടന്മാര് എന്നെയും മേനോൻ സാറിനെയും കൊന്നിട്ട് പണം കൊണ്ടുപോയാനെ. അവരെ ആരെങ്കിലും പരിചയമുണ്ടോ? ആ ജിംഖാന വാസുവിന്റെ ആൾക്കാരാണ് സാർ. അതാരായി ജിംഖാന വാസു? അയ്യോ, കൊടി കെട്ടിയ റൗഡികളാ. അവന്റെ സംഘത്തിലുള്ളവര് മുഴുവൻ കൊലപ്പുള്ളികളാ. ശ്രീനിയുടെ വീട് എവിടാ? എനിക്ക് വീട് സ്ഥലമില്ല, അച്ഛനമ്മാരും ഇല്ല. വളർത്തിയത് അമ്മാവനാ. അമ്മാവനിപ്പോ എവിടെ ഉണ്ട്? ഭ്രാന്താശുപത്രിയില. അമ്മാവനും എന്നെപ്പോലെ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. ഒരു ആക്സിഡന്റിൽ ബ്രെയിന് കേടുപറ്റി. അങ്ങനെയാ പ്രജ്ഞയില്ലാതായത്. ഓഹോ. എനിക്ക് കിട്ടുന്ന ക്യാഷിൽ കുറെയൊക്കെ അമ്മാവിന്റെ ചെലവിന് അയച്ചു കൊടുക്കും. പ്രായമായ പെൺപിള്ളേരുൾപ്പെടെ അമ്മാവിന് 4 മക്കളാ. അവർക്കും എന്തെങ്കിലുമൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ആ പിള്ളേരിപ്പോ എവിടെയാ? ഒരു വാടക വീട്ടിൽ താമസിക്കുക. ടാക്സിയുടെ വാടക തന്ന ഞാൻ പൊയ്ക്കോളാം. ശ്രീനി പോകാൻ വരട്ടെ. രാവണി, ആ എസ്റ്റേറ്റിന് അഡ്വാൻസ് കൊടുത്ത ദിവസം മുതൽ ഓരോ ദുശകനങ്ങളാണ്. ഇന്നും പ്രമാണം നടന്നില്ല. നമുക്കിനി അത് വേണ്ട. ആ പണം കൊണ്ടൊരു കാർ വാങ്ങാം. ശ്രീനിയാണ് എന്റെ ഡ്രൈവർ. അയ്യോ, ഒരു തർക്കവും പറയണ്ട. എന്റെ ബന്ധുക്കൾ പോലും ശത്രുക്കളായിരിക്കുന്ന സ്ഥിതിക്ക് ശ്രീനിയെ പോലെ ആളിനാണ് എനിക്ക് ഇപ്പോ ആവശ്യം. എന്തു പറയുന്നു രാവണി? വളരെ നല്ലത്. നിന്റെ അമ്മാവനെയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും നിനക്ക് ജീവിക്കാനുള്ള പണം ഞാൻ ശമ്പളമായി തരും. രാവണി, കുട്ടനാരോട് പറഞ്ഞ് നമ്മുടെ ഔട്ട് ഹൗസ് ഒന്ന് വൃത്തിയാക്കിടണം. ശ്രീനി അവിടെ താമസിക്കട്ടെ. ഏട്ടാ, ആര് സുലോചനയോ? ഞാൻ ഇന്ന് കാശ് തരാത്തോണ്ട് ചോറ് കിട്ടില്ലെന്നാ വിചാരിച്ചേ. അരി സാധനങ്ങളൊക്കെ കടം വാങ്ങി, വൈകിട്ട് കൊടുക്കണം. എല്ലാം കൊടുക്കാമെന്നേ. ഇവൻ എന്റെ സ്നേഹിതനാ, ജോൺസൺ. കൊള്ളാമല്ലോ, തോംസൺ ആൻഡ് ജോൺസൺ. കൊള്ളാം. ഏതാ ഈ കുട്ടി? ഇവരപ്പുറത്തെ കോമ്പൗണ്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാ. നമ്മളെക്കാൾ ദയനീയമാ ഇവരുടെ ജീവിതം. ഇവരുടെ അച്ഛൻ ഭ്രാന്താസ്പത്രിയിലായതോടെ കുടുംബം അനാഥമായി പോയി. പിന്നെ എങ്ങനെയാ ജീവിക്കുന്നത്? ഈ ലോഡ്ജിലെ മുറി അടിച്ചു വരുന്നതും വെള്ളം കൊണ്ടു തരുന്നതും സുലോചനയും ഇളയ പിള്ളേരും കൂടിയാ. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് ശാപ്പാടും ഉണ്ടാക്കി തരും. അയ്യോ ചേട്ടാ, ഇതിൽ ഒരാൾക്കുണ്ടാനുള്ള ചോറേ ഉള്ളൂ. സാരമില്ല, ഞങ്ങൾ ഷെയർ ചെയ്തോളാം. എന്നാ ഞാൻ പോയിക്കട്ടെ. ശരി. നിക്ക് ഇതും കൂടി കയ്യിൽ വെച്ചു. ഇവനും കൂടി വന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റും. അച്ഛാ, അച്ഛാ, അച്ഛന് ഞങ്ങളെ മനസ്സിലായില്ലേ? നിങ്ങളെ ഞാൻ എന്റെ വണ്ടി കയറ്റത്തില്ല. ഞാൻ ഓവർ സ്പീഡിലാകുവനാ. ഞാൻ അച്ഛന്റെ മോള് സുലോചനയാണ് അച്ഛാ. ഞാൻ സുമതിയാണ് അച്ഛാ. അച്ഛൻ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? ഞാൻ വരാം മോളെ. നിങ്ങളെ ഞാൻ തേക്കടി കൊണ്ടുപോകാം. എഞ്ചിനീയറത് അറിയണ്ട കേട്ടോ. നിങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് എഴുന്നേറ്റേ, ഡോക്ടർ ഇടുന്നുണ്ട്. ഞാൻ ഓവർ സ്പീഡിൽ നടക്ക്. ഓടിക്കത്തില്ല. ഞാൻ ഓവർ സ്പീഡിൽ ഓടിക്കത്തില്ല. എന്നോടല്ലേ പറഞ്ഞു കുറെ നേരമായിട്ട് മിണ്ടായിരിക്കാൻ? നടക്ക്. നിങ്ങളാണോ രാഘവന്റെ അനന്തരവൻ? അതെ ഡോക്ടർ.
രാഘവന് വേണ്ടി ഞങ്ങൾ ഇതുവരെ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പക്ഷെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? വെല്ലൂർക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഒരു മേജർ ഓപ്പറേഷൻ കൊണ്ട് രാഘവൻ ഓർമ്മശക്തി വീണ്ടും കിട്ടാൻ സാധ്യതയുള്ളൂ. അതിന് എന്ത് ചെലവ് വരും ഡോക്ടർ? കുറഞ്ഞത് 20,000 രൂപയെങ്കിലും വേണ്ടി വരും. 20,000 രൂപയോ? ഡോക്ടർ, വീട്ടിലെ ഒരു നേരത്തെ ചെലവിന് പോലും ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. പിന്നെ ഇത്രയും വലിയ തുക. ഡോക്ടർ, എന്റെ മുതലാളി വളരെ സന്മനസ്സുള്ള ഒരാളാണ്. എത്ര സന്മനസ്സുള്ളവരായാലും ഒരു ഡ്രൈവറുടെ കുടുംബത്തിന് വേണ്ടി ഇത്രയും വലിയ തുക തരുവോ ഏട്ടാ? നിങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ എനിക്ക് ദുഃഖമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ വെല്ലൂർക്കൊന്ന് എഴുതി നോക്കട്ടെ. നിങ്ങളാലാവുന്നത് നിങ്ങളും ശ്രമിക്കും. ശരി ഡോക്ടർ, ഞാൻ ഇപ്പൊ തന്നെ പോയി എന്റെ മുതലാളി കാണാം. കുട്ടനായരെ, കുട്ടനായരെ, എന്താടോ ഇത്? അതേനെ ഞാനും നോക്കുന്നത്. ജാം 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 ജാം. എന്റെ 3 സ്നേഹിതന്മാരോട് വരും, ഊണ് കൊടുക്കണം. ഓ, അപ്പം വെസ്റ്റേൺ സ്റ്റൈലോ ചൈനീസ് സ്റ്റൈലോ ഇന്ത്യൻ സ്റ്റൈലോ? വെസ്റ്റേണും ചൈനീസും എനിക്ക് അറിയില്ലല്ലോ. എന്നാ പിന്നെ ഇന്ത്യൻ സ്റ്റൈല് മതി. അത് മതി. എന്ന് പറഞ്ഞാൽ ഒക്കുവോ? ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഈ വീട്ടിലില്ല. അപ്പൊ 2 ദിവസം മുമ്പല്ലേ ഇവിടെ പലചരക്ക് അരിയൊക്കെ മേടിച്ചത്? അതിന് പുതിയൊരു ഡ്രൈവർ ഒന്നുമില്ലേ? എന്താ മുതലാളി അയാളുടെ ഭക്ഷണം? ആക്രാന്താണ്, ആക്രാന്തം. ഞാനേ ഈ വിവരം മേനോൻ സാറിനോട് പറയാനിരിക്കായിരുന്നു. 5 ലിറ്റർ അരി മേടിച്ച 4 ലിറ്റർ അരിയുടെ ചോറ് അയാൾ തന്നെയാ ഉണ്ണുന്നത്. ഈ പാവം ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, അറിയോ? ഈ വിവരമൊക്കെ ഇതിലെ മുതലാളി അറിയട്ടെ തന്നെ. അങ്ങനെയാ പറ്റൂ. എന്നാലും താൻ തിന്നുന്നത്രയൊന്നും അയാൾ തിന്നാറില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അതിനെതിരെ പറയുള്ളൂ. ഞാനൊന്നും മോഹിച്ചിട്ടല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്റെ അവകാശങ്ങളൊക്കെ തന്ന് എന്നെ പിരിച്ചുവിട്ടേക്ക്. ഞാൻ എന്റെ തറവാട്ടുക സ്വത്തുക്കളൊക്കെ നോക്കി ജീവിച്ചോളാം. അല്ല, എപ്പോഴും ഇങ്ങനെയന്നെയാണ്. മുതലാളി, ഈ രാവണിയാശിനി തടിയും മണ്ണൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കൊച്ചു കുട്ടികളുടെ മനസ്സാ. 18 പ്രാവശ്യം ആർട്ടിക്ക് വന്നിട്ടല്ല 19 പ്രാവശ്യം. ശല്യമായില്ല. താൻ ആ ഡ്രൈവറെ വിട്ട് സാധനങ്ങൾ മേടിപ്പിക്കുക. ആരാ വിരുന്നുകാർ വരുന്നെന്ന് പറഞ്ഞത്? എനിക്ക് കാറ് തന്ന എന്റെ സ്നേഹിതനും അയാളുടെ 2 കൂട്ടുകാരും. നമ്മൾ പുതിയ കാറിൽ വരുന്നത് നാരായണൻ നായരും സേതുലക്ഷ്മിയും കണ്ടു. പാമ്പ് പത്തി നിവർത്തുന്ന പോലെ അവരുടെ നോട്ടം. നോക്കട്ടോ, കരിമരുന്ന് പോലും കാലപ്പഴക്കം കൊണ്ട് കത്തിയില്ലെന്ന് വരും. പക്ഷെ കാലാവസ്ഥ ഇല്ലാത്തതാ എന്റെ പ്രതികാരം. 18 പ്രാവശ്യം ആർട്ടിക്ക് വന്നതാണല്ലേ? കള്ളൻ, ഞാൻ കൊല്ലു. നാളെ നീ വരുമ്പേ ഞാൻ ഏത്തക്കൊല്ലിയും തേങ്ങയും ചൂലും സഞ്ചൊന്നല്ല തരിക. ഞാനേ മേനോന്റെ താക്കോല് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നോട്ടുകെട്ടുകളും ആഭരണങ്ങളും ഒക്കെ നമുക്ക് അവിടെ കടത്താം കേട്ടോ. നീ സൂക്ഷിച്ചു പോയി. എന്നിട്ട് വേണം എനിക്ക് ആഭരണങ്ങളൊക്കെ ഇട്ട് 4 പേരുടെ മുമ്പിൽ ഒന്ന് വിലസി നടക്കാൻ. വിലസ് നീ പോയിക്കോ, സൂക്ഷിച്ചു പോപ്പോ. സ്ഥലം വിട്ടോ, സ്ഥലം എന്താണ് എവിടെയാണ് വന്ന് കിടക്കുന്നത്? ഓടിക്കോ. അയ്യോ, ആ തേങ്ങ അടിച്ചില്ല. തേങ്ങ മാങ്ങിയൊന്നും വേണ്ട, ഓടിക്കടി. അല്ല, ഇതാര്? കുട്ടനോ? വാ. എന്താ കുട്ട ഇരിക്കുന്നേ? ഇരിക്കേ. കാലൊന്ന് താഴ്ത്തിക്ക് ഇറക്കി വെച്ചൂടെ? അല്ല, എനിക്ക് മനസ്സിലായില്ല. എടാ, ആണും പെണ്ണല്ലാത്ത നായരെ, താൻ എന്ത് വൃത്തിയായിട്ട പണിയാണോ ചെയ്തത്? താൻ എന്താ ചെയ്തതെന്നോ? താൻ ആ മേനോട് പറഞ്ഞിട്ട് എന്നെ പോലീസ് പിടിപ്പിക്കാൻ പോവല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ അമ്മയുടെ സത്യം ഞാൻ പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞില്ലേ? സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി ഞാൻ ചിലപ്പോ മേനോനുള്ള കൂട്ടുനിന്ന് വരും. അതിന്റെ കൂട്ടത്തിൽ ഒന്നും കൂടി കൂട്ടിക്കോ, കൂട്ടിക്കൊടുപ്പ്. കൂടി വിളിയടാ, വിളി. അവളെ കൂടി വെട്ടത്തിനെടുത്തേ. ഇങ്ങോട്ട് വിളിയടാ.
അവളെ ചരിത്രമൊക്കെ എനിക്കറിയാം. ആ പെരിങ്കല്ലം ഗോപാലന്റെ കൂടിയേ എന്നെ എന്ത് പറഞ്ഞാലും ഒരുപാട് തൊഴാൻ പോയതും ആലുവ ശിവരാത്രിക്ക് പോയതും ഒക്കെ എനിക്കറിയണ. എന്നെ എന്ത് പറഞ്ഞാലും ശരി, അവളെ പറ്റി ഒന്നും പറയണ്ട. അവളെ പറ്റി പറഞ്ഞ നീ എന്ത് ചെയ്യണേ? നോക്ക് നീ ആ മേനെ ഒളിപ്പിച്ചു വെച്ചല്ലേ? ഒളിപ്പിച്ചു വെച്ചല്ലേ? മേനെ ഒളിപ്പിച്ചു എന്തിന് മേനെ ഒളിപ്പിച്ചു വെക്കണം? നിന്നെ പേടിച്ച് മേനെ ഒളിപ്പിച്ചു വെക്കണല്ലോ. ആ പേടിച്ചു പോടാ അവിടുന്ന്. നിനക്ക് മേനെ കാണണം. ആ കാണണം. നിനക്ക് മേനെ കാണണം. വൈകുന്നേരം റോസ് ഗാർഡനിലേക്ക് വാടാ. റോസ് ഗാർഡനിലേക്ക് ഞാൻ റോസ് ഗാർഡനിലേക്ക് വരും. കാണാം. എന്താ പറഞ്ഞത്? തുപ്പരുത് തുപ്പരുത് തുപ്പരുത്, ഞാൻ പറഞ്ഞേക്കാം. കള്ളം നായരെ. നിന്നെ ഞാൻ ഓടിട്ട പെരയിൽ കയറ്റാട്ടോ. യെസ് കമിൻ. ഒന്ന് കാണാൻ വന്നതാ. എന്നെ അതെ, അല്പസമയം എനിക്ക് അനുവദിച്ചൂടെ? ഇരിക്കൂ. എന്റെ ഭഗവാനെ, എന്തായി? ഞാൻ പറഞ്ഞ പോലെ സംഗതിയെല്ലാം നടന്നോ? ആ മനുഷ്യൻ ഒരു വല്ലാത്ത സ്വഭാവക്കാരനാ. എന്റെ ശരീരത്തെ തൊട്ടതുപോലും ഇല്ല. പിന്നെ ഈ പണം? പണം തന്നത് നിങ്ങളുടെ കർണത്തെ ചെരുപ്പൂരി അടിക്കാനാ. അയ്യോ കുറഞ്ഞല്ലോ. ഇനി ഞാൻ എങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കും? നോക്ക്, അങ്ങേരെ റൂം വെക്കറ്റ് ചെയ്ത് പോയി. എന്നാലേ ഏതായാലും ഞാൻ ചീത്തയായി. എന്റെ ഷെയർ നീ തരണ്ട. പിന്നെ മേനോൻ സാറ് ചെയ്യേണ്ടിയിരുന്ന കർത്തവ്യം ഞാൻ നിർവഹിക്കട്ടെ. നിങ്ങളുടെ പോരെ, കുറച്ചുകൂടി അടുത്തിരിക്കൂ. എന്റെ അമ്മേ, ഞാൻ ഇപ്പൊ വരാട്ടെ സാറേ. ഞാൻ സത്യമായിട്ടൊന്നും ചെയ്തിട്ട് പറയാൻ. പോരെ, നീ പോരെ. അങ്ങനൊന്നും വെറുതെ വിട്ടാ പറ്റില്ല. എന്റെ മാനവും മര്യാദയും ഒക്കെ പോയി. ഒറ്റ വെട്ടിന് ഞാൻ തുണ്ടാക്കും. ഭാർഗവി, ഒരു വിവരം അറിഞ്ഞോ? രാമുണ്ണിയാശാനെ ജാമ്യത്തിൽ വിട്ടെന്ന്. വിട്ടോ? ഇങ്ങ് വരട്ടെ. എനിക്ക് എന്തിന്റെ കുറവുണ്ടായിട്ട് അയാൾ ആ പെണ്ണിനെ കൊണ്ട് ഹോട്ടലിൽ പോയെന്ന് എനിക്ക് അറിയണം. പുള്ളിക്കാരെന്തോ അബദ്ധം പറ്റിയതാ. പാവം, പോലീസുകാർ ഒരുപാട് തല്ലിയെന്നാ കേട്ടത്. പാവമോ? ഇയാള് മേനോനെ കാണാൻ എപ്പോഴും പോകുന്നതേ എന്തിനാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറയുന്നോ? അങ്ങനെ ഞാൻ വിടില്ലേ? എന്നാരും പറഞ്ഞിട്ട് വരാൻ? ഞാൻ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെ പോകാനാ സാറേ? എവിടെയെങ്കിലും പോ, ഇറങ്ങി പുറത്ത്. പറയേണ്ടത് പറഞ്ഞിട്ട് ഞാൻ പുറത്തു പോയിക്കോളാം. എന്നെ ഇവിടെ കയറ്റുന്നില്ല, എന്റെ വീട്ടിൽ കയറ്റുന്നില്ല. ഞാൻ ആത്മഹത്യ ചെയ്യും സാറേ. എന്റെ പ്രവർത്തന ഫലമാണ്. അല്ല സാർ, ഇവിടുത്തെ അടുക്കള മോഷണം അവസാനിപ്പിക്കാൻ സാറിന്റെ പെങ്ങളുടെയും അളിയന്റെയും മുമ്പിൽ സാറിന് തല ഉയർത്തി നടക്കാൻ ഇവിടെ ഒരു കുടുംബിനി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഓഹോ, താൻ ഹോട്ടലിൽ കൊണ്ടുവന്നാണോ കുടുംബിനി? അല്ല സാർ, സെഷൻസ് ജഡ്ജി ശങ്കരൻ കർത്താവിന്റെ പെങ്ങളെയാണ് ഞാൻ സാറിന് വേണ്ടി കണ്ടിരുന്നത്. പക്ഷേ എപ്പോ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞാലും സാറൊരു സ്ത്രീ വിരോധിയെ പോലെ ഒഴിഞ്ഞു മാറും. അതുകൊണ്ടാണ് സാറിന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ ഞാൻ ഹോട്ടൽ പ്രയോഗം നടത്തിയത്. താമിനെന്താ തുറന്നു പറയായിരുന്നത്? പറഞ്ഞ സാറ് ഹോട്ടലിലേക്ക് വരില്ല. പഞ്ചസാരയെന്ന് എഴുതി നക്കിക്കുന്നതിനേക്കാളും ഭേദം ഒന്ന് രുചി പിടിക്കട്ടെ എന്ന് കരുതി. പക്ഷെ എനിക്ക് ഇത് പോലീസിന്റെ തൊഴിയാ. കരയാടോ, തെറ്റ് ചെയ്താലും സ്നേഹിക്കുന്നവരെ മറക്കാറില്ല. എനിക്ക് അത് മതിയേ. ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല, പോട്ടെ. രാവണി, അകത്തേക്ക് പോയിക്കോ.
കൊച്ചേട്ടാ, കൊച്ചേട്ടാ, ഇനിയെങ്കിലും എനിക്ക് മാപ്പ് തന്നൂടെ? നിനക്ക് മാപ്പ് തന്നെ മരിച്ചുപോയ അച്ഛനെ തിരിച്ചു കൊണ്ടുവരണം. അറിവില്ലായ്മ കൊണ്ട് പലതും സംഭവിച്ചു പോയി. അതുകൊണ്ട് ഞാൻ കൊച്ചാന്റെ പെങ്ങളല്ലാതാവോ? നീ പെങ്ങളല്ല, പിശാച. എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം. പക്ഷെ കോടീശ്വരനായ ആങ്ങളെ ഉള്ളപ്പോ ഞങ്ങള് വാടക വീട്ടിൽ കിടന്ന് നരയിക്കുന്നതിന്റെ മാനക്കേട് കൊച്ചാട്ടനല്ലേ? അത് ഞാൻ സഹിച്ചോളാം. പക്ഷെ എനിക്ക് സഹിക്കുന്നില്ല. ഈ വീട്ടിൽ നിന്ന് എന്തെല്ലാം മോഷണം പോയി, ആരെല്ലാം കൊച്ചാട്ടനെ കവളിപ്പിച്ച് കാശ് കൊണ്ടുപോയി. ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കില്ലേ? നീ നാരായണൻ നായർ ഈ വീട്ടിൽ വന്ന് താമസിക്കാനോ? അച്ഛന് കൊടുത്തതിന്റെ ബാക്കി എനിക്ക് വേണ്ടി സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. കൊച്ചേട്ടാ, ഈ ബംഗ്ലാവിൽ താമസിക്കാൻ യോഗ്യതയുള്ളവർ വരും, താമസിക്കും. മനസ്സിലായി. നാട് മുഴുവൻ കല്യാണോലേന നടത്തുകയല്ലേ. പക്ഷെ ഈ സേതുലക്ഷ്മി തോപ്പിച്ചിട്ടേ ഒരുത്തി ഇവിടെ അധികം നാൾ വാഴിയല്ല. സേതുലക്ഷ്മി ഏത് മഹാറാണി ആയാലും അവളെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ലോ ചേട്ടാ. രാവുണ്ണി. ഓ രാവുണ്ണി, എന്നെക്കാളും വിശ്വാസം കൊച്ചാൻ അയാളെയാണല്ലോ. നോക്കിക്കോ, കൊച്ചാനെ അയാൾ തെരുവിലിറക്കും. വടിയോടെ തന്നെ അടുപ്പിക്കാൻ പോവാണോ നീ? എന്റെ പൊന്നു പെങ്ങളെ, എനിക്കുണ്ട് സഹോദരിമാര്. ഞാൻ തല്ലിക്കാൻ കൊണ്ടുവന്നൊന്നുമല്ല. ഇദ്ദേഹത്തിന് ഇങ്ങനെ കുത്തിപ്പിടിച്ച് നടക്കാലോന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാ. തന്നെ ഞാൻ വിളിച്ചതിനല്ല. എന്തിനാ? താൻ അന്ന് പറഞ്ഞ കല്യാണമല്ലേ, അതിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നാളെ തന്നെ വാക്ക് കൊടുത്തു. എന്തിനാ നാളെ ആവണേ? ഞാൻ ഇപ്പൊ തന്നെ പോയി പറയാം. അങ്ങോട്ട് കൊടുക്ക. മിസ്റ്റർ മേനോൻ, വാസന്തി എന്റെ ഒരേ ഒരു സിസ്റ്ററാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി സംസാരിച്ചിട്ട് വിവാഹം ഉറപ്പിക്കാം. എനിക്കിഷ്ടമായി. ജീവിതത്തിന്റെ അവസാന കാലത്താണ് രണ്ടുപേരും ദാമ്പത്യ ജീവിതം തുടങ്ങാൻ പോകുന്നത്. പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് വിവാഹം ഉറപ്പിച്ചാൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ ജീവിതം സുഖകരമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നല്ല സുഖകരമായിരിക്കുന്നു. അവര് തന്നെ സംസാരിക്കട്ടെ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇരിക്കാം. വരൂ, ഇരിക്കും. ആരാ ആദ്യം തുടങ്ങേണ്ടത്? ആദ്യം എന്റെ കഥ തന്നെ തുടങ്ങാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരാളെ സ്നേഹിച്ചു. വെറും സ്നേഹമല്ല, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഞങ്ങൾ ജീവിച്ചു. ഒടുവിൽ എന്റെ മേലെയുള്ള ദാഹം തീർന്നപ്പോ അയാൾ എന്നെ വഞ്ചിച്ചിട്ട് വേറൊരുത്തി വിവാഹം കഴിച്ചു. അന്നു മുതൽ പുരുഷന്മാരെ ഞാൻ വെറുത്തു. പിന്നിപ്പോ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച്? ഏകാന്ത ജീവിതം എനിക്ക് മടുത്തതുകൊണ്ട്. 25 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. അത് തകർന്നപ്പോഴാണ് ഞാൻ അമേരിക്കയ്ക്ക് പോയത്. പിന്നീട് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. അതോടൊപ്പം എന്റെ വിവാഹ സ്വപ്നങ്ങളും മൺമറഞ്ഞു. പിന്നെ ഇപ്പൊ എന്നെ കാണാൻ വന്നത്? എന്റെ സ്വത്തുക്കൾക്ക് ഒരു അവകാശം ഉണ്ടാകണം. മിസ്റ്റർ മേനോൻ, നിങ്ങൾ ഇതുവരെ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. ഒരു സ്ത്രീയെ ഗർഭിണിയാക്കി അവളെ കൊല ചെയ്തിട്ടാണ് നിങ്ങൾ അമേരിക്കയിലേക്ക് പോയത്. ഞാനോ? അതെ, നിങ്ങൾ ഇന്നുണ്ടാക്കിയിരിക്കുന്ന പണവും പ്രതാപവും എല്ലാം അമേരിക്കയിലെ അധോലോകത്ത് നിന്നാണ്. നിങ്ങൾ ഇന്ന് ഇന്റർപോളിന്റെ ലിസ്റ്റിൽപ്പെട്ട ഒരു ക്രിമിനലാണ്. നോ, ആരാണ് ഇതൊക്കെ പറഞ്ഞത്? എന്താവാനാ? ഒരു കൊലപ്പുള്ളിക്ക് പെണ്ണ് കൊടുക്കത്തില്ല എന്നും പറഞ്ഞ് ജഡ്ജിയും പെങ്ങളും കൂടെ ആട്ടി ഇറക്കി അങ്ങ് വിട്ടു. കുറച്ച് അഭിമാനമുള്ളവനായിരുന്നെങ്കിൽ പോയി കെട്ടി തൂങ്ങി ചത്തേനെ. ഒരു കോടീശ്വരൻ. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെന്ന് വരിക. ഈ നാട്ടിൽ നിന്ന് ഒരു പിച്ചക്കാരിയെ പോലും അയാൾക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മുടെ മോടെ നിർബന്ധം കൊണ്ടാ ഞാൻ എടെ കാല് പിടിക്കാനും പൂവിടാനും തൊഴാനും ഒക്കെ പോയത്. പിന്നൊരു കാര്യം, മേലിൽ നീ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എടി അയാൾ ഇവിടെ വന്ന് നമ്മളെ കാല് പിടിക്കട്ടെടി. അതാ വേണ്ടത്. അമ്മാവൻ പെണ്ണ് കാണാൻ പോയ കഥയെ പറ്റി നമ്മുടെ മോളറിഞ്ഞോ? അയ്യോ, അക്കാര്യം പറഞ്ഞില്ല കേട്ടോ. അത് മാത്രം ഞാനങ്ങ് മറന്നു. അയ്യോ കഷ്ടം. എന്നാ വേഗം പോയി പറയടി. പറയട്ടെ. എടി തുളസി മോളെ, നീ അറിഞ്ഞോ നമ്മുടെ അമ്മാവന് പറ്റിയ അമളി? മേനോൻ സാറേ, മേനോൻ സാറേ, നമ്മൾ പത്രത്തിൽ കൊടുത്ത പരസ്യം മുൻപേയിൽ തന്നെ വന്നിട്ടുണ്ട്. നവവധുവിന് ആവശ്യമുണ്ട്. അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്നിരിക്കുന്ന മാന്യദ്ദേഹവും വമ്പിച്ച ഭൂവുടമയുമായ ശ്രീമാൻ ശ്രീധരമേനോന് അനുയോജ്യയും ആഭിജാതയുമായ ഒരു വധുവിനെ ആവശ്യമുണ്ട്.
വിലപ്പെട്ട വിവാഹബന്ധത്തിന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന വിലാസത്തിൽ അപേക്ഷിക്കുക. ഉഗ്രൻ പരസ്യം. ഓ, താൻ പലപ്പോഴും എന്നെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ചപ്പോ സത്യത്തിൽ എനിക്ക് വേണ്ടെന്ന് തന്നെയായിരുന്നു വിചാരം. പക്ഷെ ഇപ്പോ എനിക്കതൊരു ചലഞ്ചായി. എന്നെ ആക്ഷേപിച്ചു വിട്ട ശങ്കരൻ കർത്താവിന്റെ മുമ്പിൽ ആർഭാടത്തോടെ എന്റെ കല്യാണം നടക്കണം. സംശയം എന്താ? നാളത്തെ പോസ്റ്റില് ആയിരക്കണക്കിന് സുന്ദരിമാരുടെ അപേക്ഷകൾ കാണും. ശങ്കരൻ കർത്താവിന്റെയും നാരായണൻ നായരുടെയും സേതുലക്ഷ്മി അമ്മയുടെയും മുമ്പിൽ ആന അമ്പാരിയോടെ അങ്ങയുടെ വിവാഹം ഞാൻ നടത്തും. സത്യം. അച്ഛാ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ അച്ഛന്റെ മകനാ. മകനാ? അതെ, സുരേഷ്, ഗോമതി അമ്മയുടെ മകൻ. അതെ, ഇത്രയ്ക്കും ആലോചിച്ച് തല പോകേണ്ട ഒരു കാര്യമില്ല. ഒന്ന് പതുക്കെ പറടോ, സുരേഷ് ആ മുറിക്കകത്തുണ്ട്. അതിനെന്താ, നമ്മളൊരു മംഗളകാര്യത്തെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. എന്തോ എനിക്കൊരു രൂപം കിട്ടുന്നില്ല. ഇന്നലെ വരെ ഗോമതി എന്റെ മനസ്സിലൊരു കുറ്റബോധത്തിന് നിഴൽ മാത്രമായിരുന്നു. ഇന്ന് അവള് പ്രസവിച്ച എന്റെ മകൻ വന്നെത്തിയിരിക്കുന്നു. ഇതിനിടയിൽ എങ്ങനെ എന്റെ വിവാഹം നടത്തോളൂ? പത്രത്തിൽ നമ്മൾ വെണ്ടയ്ക്ക് പോലെ പരസ്യം കൊടുത്തതല്ലേ, നടത്തിയില്ലെങ്കിൽ നാണക്കേടാ. സുരേഷ് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടിയുണ്ട്. ആ കൊച്ചൻ അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥനായിട്ടാണ് വളർന്നത്. ഇപ്പൊ അച്ഛനെ കിട്ടി. ഒരമ്മയും കൂടി ഉണ്ടെങ്കിലേ ശരിയായ വാത്സല്യം അവന് കിട്ടൂ. അതൊക്കെ ശരിയാ. പക്ഷെ അവനെ കൺമുമ്പിൽ നിർത്തിക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ എനിക്കൊരു സ്വാതന്ത്ര്യക്കുറവ് പോലെ. അതിനും വഴിയുണ്ട്. സുരേഷ്, നീ ഒന്നേ പറയട്ടെ. എന്താണ് അച്ഛാ? ഇന്നലെ വരെ ഈ ലോകത്തുള്ള ഒരു സുഖം അറിയാതാണ് നീ വളർന്നത്. ഇനി അത് പോരാ. എന്റെ മകൻ ഒരു രാജകുമാരനെ പോലെയാണ് ജീവിക്കേണ്ടത്. പക്ഷേ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒന്നും ഈ ബംഗ്ലാവിലില്ല. അച്ഛനെ കാണാൻ കഴിഞ്ഞതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ ഉള്ളതിൽ കൂടുതൽ ഒരു സുഖ സൗകര്യവും എനിക്ക് വേണ്ടച്ച. അത് പോരാ. നീ ഇപ്പൊ തന്നെ രാവണിനെയും കൂട്ടി ടൗണിൽ പോയി നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കണം. എന്നിട്ട് താമസിക്കാൻ ഏറ്റവും വലിയൊരു ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്യണം. അയ്യോ, എന്തിനാണ് അച്ഛാ അതൊക്കെ? എന്തിനാണെന്നോ? 10 ദിവസം കഴിഞ്ഞ് കുഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു കൊട്ടാരത്തിന് യോജിച്ച സജ്ജീകരണങ്ങൾ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കും. ഇതാ 10,000 രൂപ ഉണ്ട്. എനിക്ക് എന്തിനാണ് അച്ഛാ പണം? പോക്കറ്റ് മണിയായിട്ടിരിക്കട്ടെ. ബാക്കി കാര്യങ്ങൾക്കുള്ള പണം രാവണിയെ ഏൽപ്പിച്ചേക്കാം. എന്റെ ഗുരുവായൂരപ്പ, ഈ പെണ്ണ് പട്ടിണി കിടന്ന് ചാവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ? എടി പെണ്ണെ, എഴുന്നേറ്റ് വന്നു വല്ലതും കഴിക്കാൻ. എനിക്കൊന്നും വേണ്ടമ്മേ. ചേടാ, എങ്ങാണ്ട് കിടക്കുന്ന ഒരു എരപ്പാളിയുടെ പേരും പറഞ്ഞ് ഇത്രയൊക്കെ പ്രാന്ത് കാണിക്കണോ? എടി പെണ്ണെ, ആ ചെക്കൻ നിനക്ക് വല്ല കൂടോത്രം ചെയ്തോ? അമ്മയൊന്നും മിണ്ടാതിരിക്കോ? ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാടി മിണ്ടാണ്ടിരിക്കുന്നത്? ദേ, അവന്റെ പേരും പറഞ്ഞ് നീ വീട്ടിന് വെളിയിലെങ്ങനെ ഇറങ്ങിയാലുണ്ടല്ലോ, അന്ന് എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. മോങ്ങാണ്ട് അടങ്ങാനും കിടന്നോ? ഒന്നേ ഉള്ളല്ലോ എന്ന് വെച്ച് കൊഞ്ചിച്ച് പെണ്ണങ്ങ് വഷളായി. എന്താടി സേതുലക്ഷ്മി ഇവിടെ ഒരു കലവില? ഓ, കലവില. അങ്ങോട്ടൊന്നും നോക്കിയേ, ആ പെണ്ണൊന്നും കഴിക്കുന്നില്ല. അങ്ങോട്ടേയല്ലോ. നീ പോയി കഞ്ഞി വിളമ്പ്, അവള് വന്ന് കഴിച്ചോളും. ആ, അതിരിക്കട്ടെ. പോയ കാര്യം എന്തായി? അനാഥാലയത്തിൽ നിന്ന് ചെറുക്കം വന്നെന്ന് പറഞ്ഞ നേരാണോ? ആ, അത് നേരാ. നിങ്ങൾ കണ്ടോ? കാണുന്നത് എങ്ങനെ? അതെന്താ? വരുന്നതിന് മുമ്പ് മാറ്റിക്കളഞ്ഞു. ഓ, വല്ലവരും കൊത്തിക്കൊണ്ട് പോകുന്ന മറ്റോ വിചാരിച്ചായിരിക്കും മാറ്റിക്കളഞ്ഞത്. ആ ചെക്കനെ ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ
തന്തയുടെ രണ്ടാം കെട്ട് നടക്കുന്നത് ഞാനൊന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു. സേതുലക്ഷ്മി, നേരെ ഒന്ന് വെളുത്തോട്ടെ, കാണിച്ചു തരാം. ഇവിടെ ആരുമില്ലേ? ചേച്ചി എവിടെ? ചേച്ചി ഇവിടെ ഇല്ല, ആശുപത്രി പോയിരിക്കുക. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എന്റെ വാടക കാശ് എടുക്ക്. വാടക അടുത്ത മാസം തരാം. ആഹാ, തരണ്ട. എത്ര മാസമായി വാടക കാശ് എന്നിട്ട്? എടോ, ആ സാധനങ്ങളെല്ലാം പറയും പുറത്തിട്. ചേച്ചി ഒന്ന് വന്നോട്ടെ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അതൊക്കെ പറയും പുറത്തിട്. അയ്യോ മുരളി, എന്താ ഇതൊക്കെ? അറിയില്ല നിനക്ക്? വാടക തരാതെ വീട്ടിൽ താമസിക്കാൻ ഒക്കത്തില്ല. ദേവിയെ ഞങ്ങളെ ഇറക്കി വിടല്ലേ മുരളി. ഉള്ള കാശ് മുഴുവൻ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവായി പോയി. ഞാൻ എങ്ങനെയെങ്കിലും 2 ദിവസത്തിനകം കാശുണ്ടാക്കി തരാം. വേണ്ടടി, എനിക്ക് വീട് ഒഴിഞ്ഞ് കിട്ടിയാൽ മതി. ഞങ്ങൾ എങ്ങോട്ട് പോനാ മുരളി? എന്താ ഇവിടെ ഒരു ബഹളം? ഞങ്ങളെ ഇറക്കി വിടുവാ ചേട്ടാ. മുതലാളി, നിങ്ങൾക്ക് വാടക കിട്ടിയാ പോരെ? മാസം 3 എന്റെ പൊന്നി ചേട്ടാ, സർക്കാരിൽ നിന്ന് പോയി ശമ്പളം ശരിക്കും കിട്ടുന്നില്ല. പിന്നെയാണ് ഈ പാവപ്പെട്ട ഒരു വാടക വരുന്നത്. ഒരു കാര്യം ചെയ്യ്, വാടക കാശ് വൈകിട്ട് ഞങ്ങൾ എത്തിച്ചേക്കാം. സത്യമായിട്ട് ഞങ്ങൾ എത്തിച്ചേക്കാം. സത്യം. ഇവരെ ഇറക്കി വിടല്ലേ? താൻ ഏറ്റോ? ഞാൻ ഏറ്റു. എന്തിനാ താൻ ചൂടാവുന്നത്? ചൂടാവുന്നല്ലോ. ആ പിന്നെ അത് കൊള്ളാമല്ലോ. ഏറ്റല്ലോ. ഏറ്റു ഏറ്റു എന്ന് പറഞ്ഞ ഏറ്റു. നിങ്ങൾ ഒന്ന് പോ. വേണ്ട, കയറ്റം ചവിട്ടിക്കെല്ലാം വയ്യ. എന്താ വാടോ ഇത്? എടുത്തു വെക്കേ. പോട്ടെ. പോട്ടെ. ആരുടെ വണ്ടിയാണോ ഇത്? ഇത് ആരുടെ വണ്ടിയാണോ ചോദിച്ചേ? ഇത് എന്റെ വണ്ടിയാണെന്ന്. പെർമിറ്റും ലൈസൻസും എടുക്കാൻ നാളെ കൊണ്ടുവരാം. നിങ്ങളുടെ യൂണിഫോം എവിടെ? കഴുകാൻ കൊടുത്തിരിക്കുക. തന്റെയോ? ഇസ്തിരി ഇടാൻ കൊടുത്തിരിക്കുക. എന്നാൽ എല്ലാം കഴുകി ഇസ്തിരി ഇട്ട് വണ്ടിക്കകത്ത് തന്നെ വെച്ചോ. എന്നാ ഈ 2 വണ്ടി സ്റ്റേഷനിലോട്ട് ഇട്. എന്തിനാ സാറേ? നിന്റെ അമ്മയെ പിണ്ണം വെക്കാൻ. ആ വണ്ടി ഇടാ, വണ്ടി ഇടറാ. വണ്ടി ഇടാ. വണ്ടി എടുക്കാൻ. ഇതിന്റെ കിഷ്കിന്റെ വണ്ടി ഇടാ. അല്ലേ വേണ്ട. ഡിസിപ്ലിൻ വേണ്ടടാ. ചെലവി വണ്ടിക്ക് ഓട്ടോ ഇല്ല സാർ. നിന്നെ ഞാൻ ഓട്ടിക്കും. ഇപ്പൊ സ്റ്റേഷനിൽ ഒന്നും നടക്കുകയില്ല. ഇപ്പൊ ഞാൻ 10 രൂപയേ ഉള്ളൂ സാറേ. അതെ, ഞാൻ വെക്കാം. അല്ല, അത് ഞാൻ വെച്ചോ. അതാ ശരി. പോയി വൃത്തിയായിട്ട് കഴുകിയൊക്കെ യൂസ് ചെയ്യും കേട്ടോ. സൂക്ഷിച്ചു പോ. സ്റ്റോപ്പ്. വണ്ടി എവിടെ നിൽക്കണം? വണ്ടി എവിടെ നിൽക്കണം? ഞങ്ങൾ പോലീസാണ്. ഓടിക്കുന്നവര് ഡ്യൂപ്ലിക്കേറ്റ് പോലീസാണ്. നോൺസെൻസ് അല്ല, ജോൺസൺ ആൻഡ് തോംസൺ. എന്റെ പൊന്നി ചേട്ടാ, ഞങ്ങളെ രക്ഷിക്കണം. ഇതെന്ത് വേഷമാടാ? ഉദര നിമിത്തം പലവിധ വേഷം. പലര നിമിത്തം പലവിധ പീഡനം. ഉദര നിമിത്തം പലര നിമിത്തം. നിർത്ത. ശരി. എന്റെ പൊന്നി ചേട്ടാ, എങ്ങനെയെങ്കിലും 4 കാശുണ്ടാക്കണമെന്ന് വെച്ചാ ഞങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം പോലീസാ. തൊപ്പി പോട്ടളിയാ. പോട്ട്. ഇന്നലെ മുതൽ നിങ്ങളെ അന്വേഷിച്ചോണ്ടിരിക്കുക. എന്താ കോള് വരെ വന്നിട്ടുണ്ടോ? അതൊക്കെ പറയാം, വാ. നാലാം ചാമര വാർഷികം. ഇടിവെട്ടേറ്റവനെ നിർത്തടോ. ഇത് നോക്ക്, ഒരു വിവാഹ പരസ്യം. ഇയാളെ നമുക്കൊന്ന് വഹിക്കണം. ഇയാളൊരു മുതുക്കനാണല്ലോ. പക്ഷേ കോടീശ്വരനാ. ഒരിക്കൽ നമ്മുടെ പിള്ളേരൊന്ന് മുട്ടി നോക്കിയതാ, ഫലിച്ചില്ല. ബുദ്ധിപൂർവ്വം വേണം നമ്മുടെ അടുത്ത് നടപടി. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. പക്ഷെ കാശിയിലുണ്ട്. വാസുവായിട്ട് ഞങ്ങളുടെ പിന്നിൽ നിന്നാ മതി. എന്ത് വേണമെങ്കിലും ചെയ്യാം. അമേരിക്കയിൽ നിന്ന് അയാൾ കൊണ്ടുവന്നിട്ടുള്ള പണവും പണ്ടങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ വരണം. സമ്മതിച്ചു. പക്ഷെ പാതി അല്ലേ? പോട്ടെ. ഇനി കൃത്യസമയത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞ അവന്മാര് ബഹളം ഉണ്ടാക്കണ്ട. ചേച്ചി എന്താ ചേട്ടാ? വാട കൊടുക്ക്. ആ പരനാരയുടെ മുഖത്തുകൊണ്ട് എറിഞ്ഞുകൊട്. സുമതി, നീ വാട കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. പിന്നെ ഞങ്ങൾക്കേ സുലോചനയുടെ ഒരു ഫോട്ടോ എടുക്കണം. എന്തിനാ എന്റെ ഫോട്ടോ? അതൊക്കെ പിന്നെ പറയാം. അയ്യോ, എനിക്ക് പേടിയാ. ചുമ്മാ ഫോട്ടോ എടുത്ത് പഠിക്കാനാ. കാര്യം വിശദമായി പിന്നീട് പറഞ്ഞുതരാം. ഫലിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, ഞങ്ങളും. സാരിയും ബ്ലൗസും. മുല്ലപ്പൂ. സാരിയും ബ്ലൗസൊക്കെ ചൂടി മുല്ലപ്പൂവ് കൊടുത്ത് വൃത്തിയായിട്ട് ഇങ്ങിട്ട് വാ. അല്ലേ? വല്ല പ്രശ്നം ഉണ്ടാവുമോ? സുമേ,
ചൂടാ. സ്വല്പം ആഹാ, നല്ല ലക്ഷണമൊത്ത പെൺകുട്ടി. ഏത് തറവാട്ടിൽ പിറന്നാണെന്ന് തോന്നുന്നേ. ഒന്ന് നോക്കിയാട്ടെ. എടോ, ഇത് വളരെ പ്രായം കുറഞ്ഞ പെണ്ണാ. പ്രായം ഒരു പ്രശ്നമല്ല സാർ. സാറിന്റെ കല്യാണം മുടക്കിയുള്ള മുമ്പിൽ കിളി പോലുള്ള ഒരു പെണ്ണിനെ വേണം കൊണ്ടുവരാൻ. ഒരു എഴുത്തും കൂടി ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട ശ്രീധരമേനോൻ വായിച്ചറിയുവാൻ വേലപ്പൻ തമ്പിയും കോലപ്പൻ തമ്പിയും ചേർന്ന് എഴുതുന്നത്. ഞങ്ങൾ ഇന്നലെ ജപ്പാനിൽ നിന്ന് നാട്ടിൽ വന്നപ്പോഴാണ് താങ്കളുടെ വിവാഹ പരസ്യം. സഹോദരരെ, ഇവിടെ 2 ജപ്പാൻ തമ്പിമാരുണ്ടോ? നിങ്ങളാരാ? ഞാൻ ശ്രീധരമേനന്റെ ആളാ, രാവുണ്ണി. ഇരിക്കെ. എന്നാലേ ഞങ്ങള് തമ്പി അങ്ങ് ആൾക്കാരാ. ചേട്ടൻ വന്ന കാര്യം? തമ്പിമാര് ഇവിടെ തന്നെയാണോ താമസം? അവരുടെ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ഫോറിൻ സ്റ്റൈലാ. എയർ കണ്ടീഷൻ, സ്വിമ്മിംഗ് പൂൾ, കെൽവിനേറ്റർ, റെഫ്രിജറേറ്റർ, ആനന്ദ്, എവറട്ടി, മന്ദിർ 3, 36. അതെ. ഇതൊക്കെ ഷിപ്പിൽ കയറ്റി കൊണ്ടുവന്നതാണോ? എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. ഇങ്ങോട്ട് നോക്കി, എല്ലാം ഞാൻ പറഞ്ഞുതരാം. ശ്രീധരമേനോൻ ആളൊരു കോടീശ്വരനാ. തമ്പിമാര് അതുമല്ല, കൊക്കോടീശ്വരന്മാരാ. വന്നിറങ്ങിയ ഉടനെ ചീഫ് മിനിസ്റ്ററെ വിളിച്ച് കേരളം കൊടുക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ മേനോൻ തമ്പിമാരുടെ പെങ്ങളെ കെട്ടണമെങ്കിലേ ഞാൻ പറയണെങ്കിലേ എനിക്ക് 50,000 രൂപ കിട്ടണം. അതൊരു വലിയ കാര്യമാണോ? തമ്പിമാരെ ഡോളർ അടിക്കുന്നവരാ. ജപ്പാനില് ഡോളറില്ലല്ലോ. അതിനവിടെ വേറെ പേരാ പറയാ. രൂപയ്ക്ക് എന്നാണ് അവിടെ പറയാ. കല്യാണം നടന്നു കഴിഞ്ഞാൽ ചേട്ടൻ ആവശ്യപ്പെടുന്ന ചുയിങ് ഞങ്ങൾ വാങ്ങിച്ചു തരും. പക്ഷേ മേനോന്റെ സ്വത്തുക്കൾ മുഴുവൻ സുലോയുടെ പേരിൽ എഴുതി വെക്കണം. അതൊന്നും പ്രശ്നമല്ല. എനിക്ക് ഉടനെ തമ്പിമാരെ കണ്ട് ഞങ്ങൾ എപ്പോഴാ വരേണ്ടതെന്ന് അറിയണം. അയ്യോ, ഇന്ന് കാണാൻ പറ്റത്തില്ല. രണ്ടുപേരും ഹിപ്പപ്പൊട്ടോമിയയിലേക്ക് പോയിരിക്കുക. വാക്കുറപ്പിക്കേണ്ട ദിവസം നാളെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് അറിയിക്കാം. അത് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബൈ ബൈ. മംഗള ഭവതുന മംഗള എല്ലാ കാര്യവും സക്സസ്. ഇനി സുലോചന ഒന്ന് നേരെ നിന്നാ മതി. ഞാൻ നിക്കില്ല. എന്റെ ഫോട്ടോ എടുത്ത പോലെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ഞാൻ കേട്ടു. എന്റെ പൊന്നു കൊച്ചേ, ഒരു നല്ല നിലയിൽ നിന്നെ എത്തിക്കാനാ ഞങ്ങള് പാടുപെടുന്നത്. വേണ്ട, വഞ്ചന കൊണ്ട് എനിക്കൊരു നിലയിലും എത്തണ്ട. വേണ്ടെങ്കി വേണ്ട. ഒരാഴ്ച കൂടി കഴിയുമ്പോ നിന്റെ അച്ഛനെ ആശുപത്രിയിൽ നിന്ന് പേര് വെട്ടി പുറത്തു തള്ളും. പുറത്തിറങ്ങി പ്രാന്ത് കാണിച്ചാലേ ആളുകൾ എറിഞ്ഞു കൊല്ലും. നിനക്ക് ആ മനുഷ്യനോട് സ്നേഹമുണ്ടെങ്കിൽ വെല്ലൂര് കൊണ്ടുപോയി സുഖപ്പെടുത്തി കൊണ്ടുവരാം. നീയൊന്ന് മനസ്സ് വെച്ചാ മതി. നിന്റെ അച്ഛനെ പഴയ നിലയിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകും. ഈ നരകത്തിൽ നിന്ന് നിനക്കും നിന്റെ അനിയത്തിമാർക്കും രക്ഷപ്പെടുകയും ചെയ്യാം. നിനക്കതിനുള്ള സന്മനസ്സുണ്ടാകുമെന്നാ ഞങ്ങൾ വിചാരിച്ചത്. ശരി ശരി. Come on. Kamoshi. വരൂ മിസ്റ്റർ മേനോൻ, വരൂ. Kamoshi. Kamoshi. Yes, yes. Kamoshi. Okay, okay. Kamoshi. Here you go. Velapan Tampi. I am Koilappan തമ്പി.
ഞങ്ങൾക്ക് സുലോ. Is only one sister. യെസ്. ഞങ്ങൾക്ക് പ്രാണനാണ് സുലോ. അയ്യോ, അത് പിന്നെ പറയാനുണ്ടോ? രാഹുകാലത്തിന് മുമ്പ് കുട്ടിയെ വിളിച്ചാട്ടെ. സർവൻസ്. സുലോയോട് വരാ പറയൂ. ഈ പെണ്ണിന്റെ മകളാകാനുള്ള പ്രായം പോലും ഇല്ലല്ലോ. അയ്യോ, 40 വയസ്സുണ്ട്. ജപ്പാനിലെ ശാപ്പാട് കൊണ്ട് അത്രയ്ക്ക് പ്രായം തോന്നിക്കാത്ത. വാട്ട് യു സേ? എന്താണ് ഡൗട്ട്സ്? ഒരു ഡൗട്ടിങ്ങും ഇല്ലല്ലോ. ഈ നടക്കുന്ന വിവാഹ നിശ്ചയമല്ല, അങ്ങയുടെ പണം കൈക്കലാക്കാൻ കരുതിക്കൂട്ടി ചെയ്യുന്ന വഞ്ചനയാണ്. എന്റെ കുടുംബത്തിലെ കഷ്ടപ്പാടുകൊണ്ടാണ് സാർ ഞാൻ ഇവരുടെ വല വീണത്. എനിക്ക് മാപ്പ് തരണം സാർ. നീ ഞങ്ങളെ ചതിച്ചു അല്ലേ? ഞാൻ ആരും ചതിച്ചിട്ടില്ല. ഈ നിൽക്കുന്നവരെന്റെ ആരുമല്ല. ഇവര് ജിംഖാന വാസുവിന്റെ ആളുകളാണ്. ആനയും പോരുത്. ഇതേ ഞാൻ വയസ്സായത് കൊണ്ട് കൊണ്ട് നടക്കുന്നതല്ല. എന്റെ ചുറ്റും വഞ്ചകന്മാരും കള്ളന്മാരും ആണെന്ന് എനിക്കറിയാം. വാ മോളെ. ചവിട്ടുന്നുണ്ടല്ലോ. സുലോചനെ, സാർ, ഇവളെന്റെ അമ്മാവന്റെ മകളാണ്. ഇവളെങ്ങനെ ഇവിടെ വന്നു? കേറ്, എല്ലാം എത്തിയിട്ട് പറയാം. ഒരു കൊടും വഞ്ചനയിൽ നിന്നാണ് നീ എന്നെ രക്ഷിച്ചത്. നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നായ്ക്കോലം കിട്ടുന്നവനൊക്കെ നിന്റെ മനസാക്ഷി കണ്ടുപിടിക്കണം. ആ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചായിരിക്കും. അതേടോ, താൻ എന്തെങ്കിലും അന്വേഷിച്ചിട്ടാണോ ആ കറക്കമ്പനിക്കകത്ത് എന്നെ കൊണ്ട് ചാടിച്ചത്? ബംഗ്ലാവും സ്വിമ്മിംഗ് പൂളും കപ്പലിൽ കയറ്റി കൊണ്ടുവന്നവരെ പറ്റി കൂടുതൽ എന്താ അന്വേഷിക്കാനാ സാറേ? ഓടാ എന്നെ മുമ്പിൽ. ശ്രീനി, നിന്നോടുള്ള കടപ്പാടിന് ഞാൻ എന്ത് ചെയ്താലും മതിയാവില്ല. ശ്രീനി, എന്താ സാർ? നീ ചോദിച്ച പണം ഞാൻ തരാം. ഇവളുടെ അച്ഛനെ വെല്ലൂർ കൊണ്ടുപോകാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യാം. ശരി സാർ. അപ്പൊ ബന്ധുക്കളായ ഞങ്ങളെ പുറത്ത് ചാടിച്ചത് തനിക്ക് മേനോന്റെ കിടപ്പറ സഹിയാവാനല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് നിങ്ങൾ രണ്ടാളും തുല്യരാ. അങ്ങനെ പറയരുത്. താൻ അയാളായിട്ട് തെറ്റിയത് മുതൽ താൻ ഞങ്ങളുടെ ബന്ധുവാ. തന്നെ അന്വേഷിച്ച് എന്റെ ഭാര്യ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. തെറി പറയാനായിരിക്കും. അല്ലടോ നായരെ,
ഞങ്ങൾക്കൊരു മോളുണ്ട്. അവൾക്ക് പറ്റിയൊരു ചെറുക്കൻ ഒപ്പിച്ചു തന്നാൽ കയ്യിലുള്ള കാശ് തനിക്ക് തരാം. ആ കാര്യം ഞാൻ ഏറ്റു. എന്നാ ഏറ്റു. ഒരു 150 അടിച്ച് എന്റെ ആട്ടോ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അവിടേക്ക് അല്ലടോ നായരെ, അവിടെ അമ്പലം ചാരായ. ശരി. യെസ് സുരേഷ്. അച്ഛനോ? അതേ മോനെ, ഞാൻ ഇന്നലെ വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് പോയതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. നിനക്ക് അവിടെ അസൗകര്യമൊന്നുമില്ലല്ലോ? ഇല്ല. പിന്നെ നീ ഒറ്റയ്ക്ക് ഹോട്ടലിൽ താമസിക്കാനെന്നുള്ള ഓർമ്മ വേണം. വൃത്തികെട്ട കൂട്ടുകെട്ടൊന്നും പോയി ദുശീലങ്ങളൊന്നും പഠിക്കരുത് കേട്ടോ. ഒരിക്കലും ഇല്ല. ആ പിന്നെ നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. നമ്മുടെ ഡ്രൈവർ ലീവില്ല, അവൻ വന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ശരി അച്ഛാ. Yes, come in. Yes, come in. Yes, come in. Hello, yes, come in. Yes, come in, no? Hello. കുട്ടൻ ചേട്ടനോ? ഇതെങ്ങനെ കയറി വന്നു? അതൊരു വിധത്തിൽ എങ്ങനെ കയറി വന്നു? അയ്യോ, നീ ഇവിടെ സ്വർഗസുഖത്തിൽ അങ്ങനെ വിലസാണല്ലേ? പോക്കറ്റടിയും ജയിലിൽ പോക്കൊക്കെ മറന്നോടാ. ഒന്ന് പതുക്കെ പറ. എന്തിനാ പതുങ്ങുന്നത്? മുടിയനായ പുത്രൻ മേനോന്റെ പുത്രനാകാൻ ഐഡിയ വെച്ചെന്നത് ഞാനാ. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാൻ ബംഗ്ലാവിൽ ചെന്ന അന്ന് എന്നെ മേനോൻ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും. ഞാൻ ചേട്ടനെ അന്വേഷിച്ച് പുറത്തോട്ടിറങ്ങി പോലീസ് എന്നെ തപ്പിക്കൊണ്ടുപോയാ നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞ് പാളീസാവില്ലേ? പക്ഷെ എന്നെ ഒന്ന് ഫോണിൽ വിളിച്ചുകൂടായിരുന്നു നിനക്ക്? എവിടെ വിളിക്കാൻ? പോലീസ് സ്റ്റേഷനിലോ അതോ പബ്ലിക് ബൂത്തിലോ? ആ അത് ശരിയാ. മേനോന് നിന്നെ കുറിച്ച് സംശയങ്ങളൊന്നുമില്ലല്ലോ? ഒരു സംശയമില്ല. ഇപ്പോഴും മോൻ തന്നെയാണെന്നാ വിചാരം. ലക്ഷക്കണക്കിന് സ്വത്തിന്റെ ഉടമസ്ഥനാകാൻ പോവുകയാണ് നീ. പക്ഷേ എനിക്കിട്ട് വേല ഇറക്കിയ അന്ന് നിന്റെ അടപ്പ് ഞാൻ ഊരും. ആവശ്യമില്ലാത്ത കാര്യം പറയാതെ. ഞാൻ തന്തയ്ക്ക് എണിച്ചവനാ. അത് വിട്. പണത്തിന് വേണ്ടി മറ്റൊരുത്തിന് തന്തേന്ന് വിളിക്കാൻ തയ്യാറായനല്ലടാ നീ. ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? എന്തെങ്കിലും എന്താ? ഇത് തീരുമ്പം വീണ്ടും വരും കേട്ടാ. വരിക സേതുലക്ഷ്മി, ആരാ വന്നിരിക്കണേ നോക്ക്. ഇടുവാ. താൻ എന്തോ ഡാൻസ് കാണിക്കണേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. താൻ ഇങ്ങോട്ട് കയറിയിരിക്കുക. അവിടെ ഇരിക്കുക അവിടെ. അല്ല രാമുണ്ണി ചേട്ടനോ? എന്റെ ചേട്ടാ, ഞാൻ വല്ല അറിവില്ലായ്മയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് കളയണം. ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ലേ സേതുമ്മേ. ചിലര് മരിക്കുമ്പോ അവരുടെ കണ്ണ് ദാനം ചെയ്യും. എനിക്ക് എന്താ ദാനം ചെയ്യാനുള്ളത്? എന്താ? എന്റെ തൊലി. അത് ഞാനൊരു ചെണ്ടക്കാരനെ എഴുതി വെച്ചിരിക്കുക. രാമുണ്ണി ചേട്ടൻ ഞങ്ങൾക്കൊരു കാര്യം സാധിച്ചു തരണം. നാരായണൻ നായർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെണ്ണൊരുത്തിനെ പ്രേമിക്കുമ്പോ ഞാൻ എങ്ങനെ വേറൊരു ചെറുക്കനെ കൊണ്ടുവരിക? അവളുടെ അമ്മയുടെ ഒരു പ്രേമം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. എന്റെ മോളെ ഞാൻ ഗുണദോഷിച്ചോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്നാലും തുളസിയെ കൊണ്ടൊരു വാക്ക് പറയിപ്പിക്കണം. ഞാൻ നാളെ തന്നെ പയറ് പോലത്തെ ചെറുക്കനെ കൊണ്ടുവരാം. ഇവിടെ ഒരുത്തനെയും കൊണ്ടുവരണ്ട. കേട്ടില്ലേ? താനവിടെ ഇരിക്കണോ നേരെ? തന്റെ അല്ലോ നേരെ. താനവിടെ ഇരിക്കുക. എന്റെ മോളുടെ ഒന്ന് ചുമ്മാ ഇരിക്കൂ. ഒന്ന് ചുമ്മാ ഇരിക്കേ. നിങ്ങളൊന്ന് അപ്പുറത്തോട്ട് പോകൂ. ഒന്ന് പോയേ. നാരായണൻ നായരുടെ മോള് പ്രേമിക്കാൻ നടക്കും. എടി മോളെ, പറയുന്നത് കേക്കൂ. ഈ രാമുണ്ണിച്ചേട്ടൻ വിചാരിച്ച നിനക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ കൊണ്ടുവരും. എനിക്ക് ജീവിതത്തിൽ ഒരാളെ മാത്രമേ ഇഷ്ടപ്പെടാൻ കഴിയൂ. നീ ആ തെണ്ടിയുടെ നാമം ജപിച്ചോണ്ടിരുന്നാലേ നരച്ചിരിക്കേ ഉള്ളൂ. തുളസി സ്നേഹിക്കുന്ന പയ്യനേതാ? ഇത് മേനോൻ സാറിന്റെ മോനല്ലേ സുരേഷ്? എന്റെ സുരേഷ് ഏട്ടനോ? നിന്റെ സുരേഷ് ഏട്ടനോ മറ്റവന്റെ സുരേഷ് ഏട്ടനോ ഒന്നും എനിക്കറിയില്ല. ഏതായാലും ഇത് സുരേഷാ. എന്റെ മോളെ, നീ ഭാഗ്യമുള്ളവളാ. അളിയൻ സമ്മതിക്കോ? മേനോനല്ലല്ലോ ഈ കുട്ടിയെ കെട്ടാൻ പോകുന്നത്.
ഒക്കെ ശരിയാക്കി തരാം. പുറകെ സ്വത്തുക്കളും. ശ്രീധരമേനോനാ? സുരേഷ് റൂമിലുണ്ടോ? ഇല്ല. എവിടെ പോയെന്നറിയോ? അവനങ്ങനെ പതിവായി പുറത്തു പോകാറുണ്ടോ? വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. താങ്ക് യു. സാർ. ആ, ശ്രീനിയോ? നീ എന്ന് ഇത്രയും താമസിച്ചത്? ഞാൻ വെല്ലൂരായിരുന്നു. അമ്മാവന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. വിജയമാണ് സാർ. മൈ ഗോഡ്, എന്റെ മനപ്രയാസങ്ങൾക്കിടയ്ക്ക് അങ്ങനെ ഒരു നല്ല കാര്യം കേൾക്കാൻ സാധിച്ചല്ലോ. അമ്മാവനെ അടുത്ത ആഴ്ച കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ശ്രീനിക്ക് സന്തോഷമായല്ലോ അല്ലേ? അതെ സാർ, എല്ലാം സാറിന്റെ സന്മനസ്സുകൊണ്ട് നടന്നു. ഞങ്ങളുടെ കുടുംബം എന്നും സാറിന് കടപ്പെട്ടിരിക്കും. സന്തോഷം. നീ ഇവിടെ ഇല്ലാഞ്ഞോണ്ടാ സുരേഷിനെ കൂട്ടിക്കൊണ്ടുവരാഞ്ഞത്. സ്വസ്ഥതയില്ലാതെ ഞാൻ വണ്ടി ഓടിച്ച അപകടമാണ്. ഞാൻ വിളിച്ചോണ്ട് വരാം സാർ. വരട്ടെ, ഞാൻ കൂടെ വരാം. ഹോട്ടലിൽ അവനെ കുറിച്ച് ഒരു ചെറിയ എൻക്വയറി നടത്താനുണ്ട്. അതെന്താ സാർ? പുറത്തെങ്ങും പോരുന്നത് ഞാനോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്ന. വഴിതെറ്റി പോകാവുന്ന പ്രായമല്ലേ. ഒരിടത്ത് വെച്ച് അത്ര പന്തിയല്ലാത്ത സാഹചര്യത്തിൽ അവനെ കണ്ടു. ഏത് സാഹചര്യത്തിൽ? നീ കാറിന് പെട്രോൾ അടിച്ചിട്ട് വാ. വിശേഷമൊന്നും ഇല്ല മോനെ. സാറിന് എന്നോട് വിരോധമായിരിക്കും. ദേഷ്യം വരുമ്പോ റബ്ബർ പന്തെടുത്ത് നിലത്തടിച്ച അടിച്ചതുപോലെ തന്നെ തിരിച്ചു വരുമേ. അതുപോലെ ചെറിയൊരു പന്താണേ ഈ രാവുണ്ണി. മതിയടോ, താൻ ഒരുത്തം കാരണം ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അത് ഈശ്വരന് പോലെ ഇഷ്ടപ്പെട്ടില്ലെന്നാ അനുഭവം തെളിയിച്ചത്. എനിക്കിനി എന്റെ മകന്റെ കാര്യമേ ഉള്ളൂ. അത് പറയാനാണ് ഞാനിപ്പോ. വേണ്ട, താൻ എന്നെ നാറ്റിച്ചത് മതി. എനിക്ക് പറ്റിയ അമളി എന്റെ മകന് പറ്റാൻ പാടില്ല. താൻ അവന് പെണ്ണം നോക്കണ്ട. അല്ല, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നമ്മൾ പെണ്ണ് നോക്കേണ്ട കാര്യമില്ല. അവര് തന്നെ സെലക്ട് ചെയ്തോളൂ. പിന്നെ നമ്മളത് നടത്തി കൊടുത്തില്ലെങ്കിൽ അവര് തന്നെ നടത്തുകയും ചെയ്യും. അല്ല, പെങ്ങളുടെ മോള് പ്രായമായി നിൽക്കല്ലേ. അതുകൊണ്ട് എന്റെ മോനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണം. അതിപ്പം മുറപ്പെണ്ണും ചെറുക്കനാവുമ്പോ കെട്ടിയത് പോലെ ആവൂലോ. താൻ അവളുടെ പക്ഷം ചേർന്ന് എനിക്കിട്ട് വേല വെക്കാൻ വന്നിരിക്കണല്ലേ. ബാസ്റ്റേഡ്, അടിച്ച് പല്ലിയം കളയും പറഞ്ഞേക്കാം. ഞാൻ ഒരു കാര്യം പറയാം. എന്റെ മുഖത്ത് നോക്കി ഇന്ന് വരെ ആരും അടിക്കുന്നു പറഞ്ഞിട്ടില്ല. തന്റെ ഭാര്യ അടിച്ചോ? അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ മുഖത്ത് നോക്കി അടിക്കുന്നു പറഞ്ഞിട്ടില്ല. എന്റെ സ്വഭാവം നിനക്കറിയില്ല. അടിച്ചോ? അടിക്കാം. ഇനി അടിക്കും. ഇവിടെ അടിക്കണോ? എന്നെ അടിക്കും. താൻ അമേരിക്കയിൽ വന്ന കോപ്പറാണെങ്കിലേ എനിക്ക് റോട്ടിലേക്ക് പാടോ. ഇറങ്ങി വാ. അച്ഛനാ, ഇപ്പൊ എന്തോ ചെയ്യും? അടിയിലോട്ട് കളിക്കും. അതുകൊണ്ട അതോട്ട് കളിക്കും. ഇതിനകത്തോ? എന്താടാ വെല്ലടിച്ച തുറക്കാൻ ഇത്ര താമസം?
ഞാനൊന്ന് മയങ്ങുമായിരുന്നു. നിനക്കെന്താ ഒരു പരിഭ്രമം? ഒരു പരിഭ്രമമില്ല അച്ഛാ. നീ ഇവിടുന്ന് പുറത്തു പോകാറുണ്ടോ? ഇല്ല. എന്നിട്ടൊരു പെണ്ണിനെ പുറകിലെത്തി സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ഞാൻ കണ്ടല്ലോ. സ്കൂട്ടറോ? അച്ഛൻ ആള് തെറ്റി കാണും. ആ, തെറ്റിയതായിരിക്കും. നമുക്കേ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ശരി. നീ കുടിക്കാനും തുടങ്ങിയോ? മുമ്പ് മുറിയെടുത്തിരുന്നവരാരോ കുടിച്ച കുപ്പിയാ. റൂം ശരിക്കും ക്ലീൻ ചെയ്തിട്ടില്ല, അതാ. ഒന്ന് മൂത്രം ഒഴിക്കണം. മൂത്രം ഒഴിക്കാനോ? ഇപ്പൊ തന്നെ വേണോ? വേണം. എന്താണ് ഒരു ബബ്ബ? ബാത്റൂം ശരിക്കും ക്ലീൻ ചെയ്തിട്ടില്ല. അത് സാരമില്ല. മൂത്രം ഒഴിക്കാൻ ബാത്റൂം ക്ലീൻ ചെയ്യണം. നീയോ? അച്ഛാ, ഞാനും തുളസിയുമായി. ശരം. തുളസി എന്നെ മുറപ്പണല്ലേ അച്ഛാ? മുറപ്പെണ്ണോ? എന്റെ അച്ഛനെ കൊന്നോടെ രക്തത്തിൽ പറഞ്ഞവളാ ഇവിടെ. ഈ വർഗത്തെ കാണുന്ന എനിക്ക് അരിശവാ. മിണ്ടിപ്പോരുത്. നിന്റെ അച്ഛനും അമ്മയും കൂടെ ഇവനെ വീശി പിടിക്കാൻ നിന്നെ കൂടെ പറഞ്ഞു വിട്ടിരിക്കുക അല്ലടി. ഇറങ്ങി പുറത്ത്. ഞാൻ എന്ത് പറയാനാണ് അച്ഛാ? എന്നാ ഞാൻ പറയാം. നീ തുളസിയെ മറക്കണം. എന്നിട്ട് ഞാൻ നിശ്ചയിക്കുന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്യണം. അച്ഛാ, അമ്മാവനോടും അപ്പച്ചിയോടുള്ള വിരോധം എന്തിനാ പാവം തുളസിയോട് കാണിക്കുന്നത്? മൂർഖമ്പാമ്പിന്റെ മുട്ടയെന്ന് മൊയലിന്റെ കുഞ്ഞുങ്ങൾ വിരിയാറില്ല. എനിക്ക് തുളസിയെ മറക്കാനാവില്ല. നിന്റെ പേരിൽ എന്റെ സ്വത്തുക്കളും ഉടനെ എഴുതി വെക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ വക്കീലിനെ കാണാൻ പോവുകയാണ്. പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ വിൽപത്രം ഞാൻ രജിസ്റ്റർ ചെയ്യില്ല. വന്നെത്തിയ മകനെ സ്വീകരിച്ച പോലെ ഉപേക്ഷിക്കാനും എനിക്കറിയാം. അച്ഛാ, എല്ലാം ഞാൻ അനാഥാലയത്തിന് കൊടുക്കൂടാ. എന്നിട്ട് തീർത്ഥാടനത്തിന് പോവും. വേണ്ട അച്ഛാ. എന്നാ എന്നെ അനുസരിക്കുവോ? അനുസരിക്കാം. എടി പെണ്ണെ, നീ വെറുതെ കരഞ്ഞു കരഞ്ഞ് നെഞ്ചു കലക്കണ്ട. അവൻ വേറെ പെണ്ണിനെ ഒന്നും കെട്ടാൻ പോകുന്നില്ല. സുരേഷ് എന്നെ ചതിച്ച ഞാൻ ജീവിച്ചിരിക്കില്ലമ്മേ. എന്റെ മോളെ ചതിച്ചിട്ട് അവൻ ജീവിച്ചിരിക്കാനോ? അവനെയും അവന്റെ തന്തയും കൊന്ന് ഞാൻ ജയിലിൽ പോവും. കൊല്ലാനൊക്കെ വരട്ടെ, ഞാൻ പോയി സുരേഷിനെ ഒന്ന് കണ്ടാലോ? എടീ, അവൻ ആ തന്തയ്ക്ക് പറഞ്ഞവൻ തന്നെയല്ലേ? അവൻ അങ്ങ് കാലുമാറിയാലോ? ഇവളുമായിട്ട് അവൻ ഒരു ബന്ധുവില്ലെന്ന് പറഞ്ഞാലോ? അവൻ അങ്ങനെ പറയൂ? ഏതായാലും ഞാനൊന്ന് കണ്ടിട്ട് വരാം. പിന്നൊരു കാര്യം, അവൻ കാല് മാറിയാ നീ എന്നോട് വന്ന് പറയണം. മാറിയ കാല നിമിഷം ഞാൻ വെട്ടും. സുരേഷേ, സുരേഷ്, ഇവിടെ ഒരു നായം കാണുന്നില്ലല്ലോ. സുരേഷേ. അപ്പച്ചിയോ? ഇരുന്നാട്ടെ. നീ എന്നെ ഇരുത്തുവൊന്നും വേണ്ട. കൊച്ചാട്ടൻ അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയിരിക്കുക. കൊച്ചാട്ടൻ നിന്നെ കൊണ്ട് വേറെ പെണ്ണിനെ കെട്ടിക്കാൻ പോവാണോ? അതെ. നീ സമ്മതിച്ചോ? സമ്മതിച്ചു. അപ്പൊ തുളസിയുടെ കാര്യം? അപ്പച്ചി സമാധാനമായിട്ടൊന്ന് കേൾക്ക്. അച്ഛൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ സ്വത്തിൽ നിന്ന് 1/4 പൈസ എനിക്ക് കിട്ടില്ല അപ്പച്ചി. അതുകൊണ്ട് സ്വത്തിന് വേണ്ടി നീ എന്റെ പെണ്ണിനെ ചതിക്കാൻ പോവാണോ? എടാ, നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് തുളസിയായിട്ട് ഭാര്യയും ഭർത്താവും പോലെ ജീവിച്ചതല്ലേടാ? എന്താടാ? ഞാൻ അപ്പച്ചി ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. തുളസിയെ കെട്ടിച്ച് തന്നില്ലെങ്കിൽ ആദ്യം ചാകുന്നത് ഞാനായിരിക്കും അപ്പച്ചി. എന്റെ മോനെ, ഇപ്പഴാ എന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയത്. ബിൽപത്രം എന്റെ കയ്യിലോട്ടൊന്ന് കിട്ടിക്കോട്ടെ. ആ നിമിഷത്തിൽ എന്റെ നിറം മാറും. തുളസിയല്ലാതെ വേറെ ആരെയും കെട്ടില്ലെന്ന് ഞാൻ തുറന്നങ്ങ് പറയും. കൊച്ചാട്ടൻ നിന്നെ അടിച്ച് പുറത്താക്കിയാലോടാ? അതെങ്ങനെ? സ്വത്തുക്കൾ എന്റെ കയ്യിലായാൽ അച്ഛന് ചെലവിന് കൂടി കാശ് എന്റെ അടുത്ത് ചോദിക്കണം. അത് ശരിയാ.
അയാളെ വരച്ച വരെ നിർത്തണം. ഒരു പൈസ പോലും കൊടുക്കരുത്. ഇല്ലെന്നേ. എന്നാലേ ഞാൻ വന്ന കാര്യം കൊച്ചാണ് അറിയണ്ട. മോൻ സൗകര്യം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ട് പോരെ. അവളെ കാത്തിരിക്കുക. ഞാൻ ഏറ്റു. അപ്പച്ചി പോട്ടെ മോനെ. ധൈര്യമായിട്ട് പോ. ആ വാസുവേ, സുരേഷ് ഹോട്ടലില്ല. അവന്റെ മേനം വന്ന് ബംഗാളിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. ഈ കണക്കിന് സ്വത്തുക്കളെല്ലാം അവന്റെ കൈവശം വന്നാ അവൻ നമ്മളെ കാല് വാരുന്ന എനിക്ക് തോന്നുന്നു. ആര് വാരിയാലും പറഞ്ഞു പോകാത്തതാ നമ്മുടെ കാല്. ജപ്പാൻ കല്യാണം നടക്കാതെ പോയത് മുതൽ തോംസണും ജോൺസണും വലിയ വാശിയില്ല. എന്നിട്ട് അവരോട് പോയി രണ്ടുപേരും കൂടി ഇവിടുന്ന് കുറെ ആളുകളെയും കൂട്ടി മേനോന്റെ ബംഗ്ലാവിലേക്ക് പോയിക്കുക. അവർ തിരിച്ചു വരുന്നവരെന്ന് ക്ഷമിക്കുക. Mr. Menon, I'm sorry. You are under arrest. കസേരയിൽ നിന്ന് അനങ്ങി പോരുത്. റീസൺ പറയാ. വരൂ. ഫോൺ എടുത്തേക്കല്ലേ, ആരുടെ ഫോൺ വന്നാലും കവർ ചെയ്യണം. ഒരാൾ അവിടെ ചെന്ന് നിൽക്കൂ. റീസൺ, നിങ്ങൾ അമേരിക്കയിൽ നിന്നും ഇല്ലീഗലായിട്ട് പണം സമ്പാദിക്കുന്നുവെന്ന് ഇന്റർപോളിൽ നിന്നും CBIക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇരുന്നിട്ട് സംസാരിച്ചാ മതി. ഞാൻ അമേരിക്കയിൽ നിന്ന് പണം ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അധ്വാനിച്ചിട്ട് സായിപ്പുമാരുടെ ചെരുപ്പ് വരെ ഞാൻ തുടച്ചു. ഞങ്ങൾക്ക് ആ സേഫും ബ്യൂറോയും ഒന്ന് പരിശോധിക്കണം. താക്കോൽ എടുക്കൂ. താക്കോലെടുക്കാൻ മോളില് ഷെൽഫിലുണ്ട്. പോയിട്ട് വരൂ. നോ 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 നോ. ഇന്റർപോളിലെ ഉദ്യോഗസ്ഥന്മാരാണല്ലേ? എല്ലാത്തിനും എനിക്ക് അറിയടാ. എടാ, കേരളത്തിലെ ജയിലുകളിൽ ഞങ്ങളെക്കാൾ കൂടുതൽ കിടന്നുള്ളവനാ നീ. നീ ആ കിളവന്റെ മോൻ ചവഞ്ഞ നടക്കുക അല്ലേ? നിന്റെ ഉള്ളുകളി ഞങ്ങൾ ഇന്ന് പുറത്താക്കും. നോക്കിക്കൂ. എടാ ഇവനെ അളിയനിപ്പോ എന്താ വേണ്ടത്? എനിക്കോ ഒരു 20,000 രൂപ വേണം. 20,000 രൂപ? ഇല്ലെങ്കിൽ ഞാൻ തരാം. തരാം. തരുമോ? തരണം. തരും. തരണം. തരണം. നടക്ക്. നടക്ക്. സംഗതി ആകെ കുഴപ്പത്തിലാണ്. അച്ഛനെ കുറിച്ചുള്ള രഹസ്യങ്ങളുടെ എല്ലാ റിപ്പോർട്ടും ഇവരുടെ കയ്യിലുണ്ട്. നമുക്കിത്തിരി കാശ് കൊടുത്താൽ ഒതുക്കാം. ഞാൻ ഒന്ന് എഴുന്നേറ്റോട്ടെ. ആർക്കാ കൊടുക്കേണ്ടത്? രണ്ടുപേർക്കും കൊടുക്കണം. പ്ലീസ്. നീ ഇത്ര ഫൂളായി പോയടാ. ഇവനൊക്കെ ജിംഖാന വാസുവിന്റെ ആളാ. യഥാർത്ഥ പോലീസിനെ വിളിച്ചേ. അച്ഛൻ വിളിക്ക്. അച്ഛൻ വിളിക്ക്. ജിംഖാന വാസുവിന്റെ ഹലോ, സുരേഷാണോ? ഞാനാ കുട്ടൻ. തന്റെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതി വയ്ക്കാൻ വക്കീലിന്റെ അടുത്ത് പോയിരിക്കാണല്ലോ തന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫാദർ. എന്നെ എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. ചോദിച്ചപ്പോഴൊക്കെ ഞാൻ പണം തന്നിട്ടില്ലേ? കാശിന് വേണ്ടിയല്ലടോ, ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. അവിടെ നിന്ന് ഇനി മോൻ സമയമൊന്നും വേണ്ട. അപകടമാണ്. മര്യാദക്ക് ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം. അവിടുന്ന് കിട്ടാവുന്നിടത്തോളം സാധനങ്ങൾ പെറുക്കിയെടുത്ത് എന്റെ കൈ കൊണ്ടു തരണം. ഇല്ലെങ്കിലേ തന്റെ ചരിത്രങ്ങളൊക്കെ എണ്ണി എണ്ണി ഞാൻ പോലീസിനോട് പറഞ്ഞു കൊടുക്കും.
സുരേഷ് എങ്ങോട്ടാ ഈ രാത്രിയിൽ പെട്ടിയുമായിട്ട്? അത് ചോദിക്കാൻ നീ ആരാ? ഓഹോ, ഞാൻ ആരും ആയിക്കോട്ടെ, പക്ഷെ രാത്രിയിൽ അദ്ദേഹത്തിന്റെ ആഭരണങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് ശരിയല്ല. ശ്രീധരമേനോന്റെ മകനെ ഞാൻ അടിച്ചെന്ന് നാട്ടുകാരറിഞ്ഞ അതിന്റെ മാനക്കേട് എനിക്കല്ല. നിനക്കിതിൽ എന്താ കാര്യം? അച്ഛാ, എന്നെ തല്ലിക്കാനാണോ ഇവനെ ഡ്രൈവറാക്കി നിർത്തിയിരിക്കുന്നത്? എന്റെ മകന്റെ ദേഹത്ത് കൈവെക്കാൻ നീ ധൈര്യപ്പെട്ടല്ലേടാ? നീ ഒരു പുല്ലും പറയണ്ട. അച്ഛാ, അച്ഛൻ ഇത് കണ്ടോ? നമ്മുടെ സേഫ് കുത്തിപ്പൊളിച്ച് ഈ പണവും പണ്ടവുമായി കടക്കാൻ ശ്രമിച്ച ഇവനെ ഞാൻ തടഞ്ഞു. അതിനെന്നെ ഇവൻ തല്ലി. എന്റെ മകന്റെ സ്ഥാനത്താണ് നിന്നെ കണ്ടത്. ദൈവത്തിന് തുല്യമായാണ് അങ്ങേ ഞാൻ കരുതുന്നത്. പക്ഷേ എന്നെ വിശ്വസിക്കാത്തിടത്തോളം കാലം ഒരു കള്ളനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സാർ. കണക്ക് തീർത്തിട്ട് വേണം പോകാൻ. നമ്മൾ തമ്മിലുള്ള കണക്ക് അങ്ങനെ തീർക്കാൻ സാധിക്കുമോ സാർ? അവൻ അവന്റെ പാട്ടിന് പോട്ടച്ച. അച്ഛൻ വാ. നീ ആരായിരുന്നാലും ഒരിക്കലും എന്റെ ജീവൻ രക്ഷിച്ചവനാ. അതിനുള്ള പ്രതിഫലമാണിതെന്ന് കരുതണ്ട. നീ ഇപ്പൊ ചെയ്ത തെറ്റ് ഞാൻ മറക്കുന്നു. സാർ ഇപ്പോഴും എന്നെ ഒരു തെറ്റുകാരനായിട്ടാണ് കാണുന്നത്. നീ വണ്ടി ഓടിച്ചതിൽ കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളവനാ ഞാൻ. എന്റെ കൂടെ നിന്ന് രാവുണ്ണിയുടെയും കുട്ടനാടിന്റെ ലിസ്റ്റിൽ നിന്നെ പെടുത്താൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. ഈ പണം വാങ്ങിച്ച് വേഗം സ്ഥലമിടാൻ നോക്ക്. സാറ് തീരുമാനിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പണി ഞാൻ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞു. ഈ പണത്തേക്കാൾ വിലയുണ്ട് സാർ എന്റെ വേർപ്പിന്. സാറിന് പറ്റിയത് ആ രാവുണ്ണിയും കുട്ടനായരും. വേണമെങ്കിൽ എടുത്തോണ്ട് പോടാ. ഫോട്ടോ അത് എന്റെ അമ്മയുടേതാണ്. അമ്മയുടെ പേരെന്താ? ഗോമതി. വരണം സാർ. സാർ ഇന്നാട്ടെ. അമ്മാവനെ വെല്ലൂർക്ക് കൊണ്ടാൻ പണം തന്ന ഇദ്ദേഹമാണ്. മാളിക വീട്ടിൽ ശ്രീധരമേനോൻ. അങ്ങ് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും രക്ഷിച്ചു. രാഘവ, മുഖ്യമായ ഒരു കാര്യം എനിക്കറിയണം. ശ്രീനി എങ്ങനെ രാഘവന്റെ കയ്യിലെത്തി?
പറയാം. സാർ ഇരുന്നാട്ടെ. അമ്മേ, ഗോമതിയെ കൊണ്ടുവന്ന ആരാ? ഞാന്. എന്താ പ്രസവിച്ചു? പ്രസവിച്ചു. ആൺകുട്ടിയാണ്. നിങ്ങൾ ആരുടെ ബന്ധുവാണോ? അല്ല, ഞാനൊരു ഡ്രൈവറാ. ആ കുട്ടിയുടെ സ്വന്തക്കാരെ വിളിക്കൂ. അങ്ങനെ ആരും ഇവിടെ ഇല്ല. ഞാൻ ഇതിന്റെ വിവരം അറിയാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ആരാ മാളിക വീട്ടിൽ ശ്രീധരമേനോൻ? ശ്രീധരമേനോൻ? അപ്പോ ഗോമതി പ്രസവത്തോടെ മരിച്ചു. കുഞ്ഞിനെ ഞാൻ ഏറ്റുവാങ്ങി. സ്നേഹിച്ചിരുന്ന കാലത്ത് അങ്ങേക്കെന്ന ഫോട്ടോ തിരിച്ചയച്ചുകൊണ്ട് അങ്ങെഴുതിയ കത്ത് ഗോമതിയുടെ സഞ്ചിയിലുണ്ടായിരുന്നു. അതിൽ നിന്നും അങ്ങ് നാടുവിട്ടു പോയിട്ട് 6-7 മാസമായി എന്ന് മനസ്സിലായി. സ്വന്തം മകനെ പോലെയാണ് എന്റെ ഭാര്യയും ഞാനും ഇവൻ വളർത്തിയത്. അവളും മരിച്ചു. രാഘവ, നീ ഇവനെ ഏൽപ്പിച്ച എന്റെ കൈകളിലാണ്. ഞാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് നിന്നെയും നിന്റെ മക്കളെയും കൂടിയാണ്. എനിക്ക് ഉടനെ പോണം, അല്ലെങ്കിൽ ഒരിക്കലും തിരുത്താനാവാത്ത അവളി പറ്റിയെന്ന് വരും. അളിയതിലൊന്ന് ഒപ്പിട്ടേ. ഒപ്പിടാൻ എന്റെ തന്ത വന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് ഒപ്പിട്ട് തരുമെന്ന് വിചാരിക്കുന്നു. ഒപ്പിടണം. ഒപ്പിട്. ഒപ്പിടോ. ഒപ്പിടാൻ. നീ പോടാ ഇറക്ക. Ha ha ha!